വീണ്ടും ഒരു നൊയമ്പ് കാലം കൂടെ കടന്നു വന്നിരിക്കുകയാണ്. എല്ലാ വർഷവും കടന്നു വരുന്നത് പോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ നൊയമ്പ് കാലം ഒരു പതിവ് ചിട്ടക്രമമായി മാത്രം കയറി ഇറങ്ങിപ്പോകാതെ ഈ നൊയമ്പ് കാലം നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഒരു പരിവർത്തനം, ആഴമായൊരു രൂപാന്തരം, നമ്മെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്ന ഒരു അനുഭവത്തിലേക്ക് രൂപപ്പെടാനായിട്ട് എന്തു വേണമെന്ന അന്വേഷണം ഈ നൊയമ്പ് കാലത്ത് നമുക്കുണ്ടാകണം. നൊയമ്പിൽ പ്രധാനമായിട്ടും നാം പാലിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് മത്സ്യമാംസാദികളുടെ വർജനം, മറ്റൊന്ന് ഉപവാസം ഉള്ളതുകൊണ്ടാണല്ലോ ഇടദിവസങ്ങളിലൊന്നും തന്നെ വിശുദ്ധ കുർബാന നാം അർപ്പിക്കാത്തത്. ഈ ദിനങ്ങളിലെല്ലാം നാം ഉപവാസത്തിലായിരിക്കുക എന്നതാണ് സഭ ആഗ്രഹിക്കുന്നത്, പിതാക്കന്മാർ നിശ്ചയിച്ചിട്ടുള്ളത്. ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം വർജിക്കുക എന്നതിനപ്പുറമായ ഒരർത്ഥമുണ്ട് എന്ന് നമുക്കറിയാം. ഉപവസിക്കുക എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എടുത്താൽ കൂടെ വസിക്കുക എന്നുള്ളതാണ്. യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായത്തിലൂടെ യോഹന്നാൻ ശ്ലീഹാ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യമാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ തിരുവചനം. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകും. ഈ നോമ്പുകാലത്ത് നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതാണ്. പിതാക്കന്മാർ യാമ നമസ്കാരങ്ങളിൽ എഴുതി വെച്ചു, ഭക്ഷണത്തെ മാത്രം വെടിഞ്ഞിട്ടുള്ള നോമ്പ് വ്യർത്ഥമായിട്ടുള്ളതാകുന്നു. ഹൃദയവിചാരങ്ങളെ ശുദ്ധീകരിക്കാതെ, ഉള്ളിലുള്ള തിന്മകളെ പറിച്ചു കളയാതെ, നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ സമീപനത്തിൽ ക്രിസ്തുവാനുരൂപരാകാതെ ഭക്ഷണത്തെ മാത്രം വെടിഞ്ഞിട്ടുള്ള നോമ്പ് വ്യർത്ഥമായിട്ടുള്ളതാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണവർജനത്തോടൊപ്പം തന്നെ ദൈവത്തോടൊപ്പം വസിച്ച് അവൻ നടന്നതുപോലെ നടക്കുന്ന ഒരാധ്യാത്മിക ക്രമത്തിലേക്ക് വളരാനുള്ള ഒരാഹ്വാനമാണ് ഈ നോമ്പുകാലം നമുക്ക് നൽകുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഒരാളുടെ ക്രിസ്തീയ ജീവിതം എങ്ങനെ ദൈവാനുരൂപമായി വളർത്താം എന്നതിനെ പറ്റി ഒരു ഗൈഡ് ലൈൻ പറയുന്നുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി ദൈവം ആഗ്രഹിക്കുന്ന ആധ്യാത്മികതയിൽ രൂപപ്പെട്ട് വളരേണ്ടത്? അതിന് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു ഗൈഡ് ലൈൻ ആയിട്ടുള്ള 2 വാക്യങ്ങളാണ് ഇന്നത്തെ ചിന്തയ്ക്കായി അടിസ്ഥാനമായി എടുക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-7 തിരുവചനങ്ങളാണ്. ഒന്നുകൂടെ ആ വാക്യം പറയുന്നു. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 6-7 തിരുവചനങ്ങൾ. ആ വാക്യങ്ങൾ ഇങ്ങനെ വായിക്കാം. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുവേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിൻ. ഒരു ക്രിസ്ത്യാനി തന്റെ ക്രിസ്തു ബന്ധത്തിൽ എങ്ങനെയാണ് രൂപപ്പെട്ട് വളരേണ്ടത് എന്നതിന്റെ ഒരു ഗൈഡ് ലൈനാണ് ഈ തിരുവചന ഭാഗത്തുകൂടെ അപ്പോസ്തലൻ നമുക്ക് നൽകുന്നത്. 6 കാര്യങ്ങളിൽ അടിസ്ഥാനമിട്ടുള്ള ഒരു വളർച്ചയാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് എന്നാണ് ഈ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു വരുന്നത്. ഈ 6 കാര്യങ്ങളിൽ അടിസ്ഥാനപ്പെട്ട് നമ്മൾ വളർന്നാൽ, അല്ലെങ്കിൽ നമ്മളെ തന്നെ രൂപപ്പെടുത്തിയെടുത്താൽ, ഈ നോയമ്പ് കാലം ഭക്ഷണവർജനത്തിന് അപ്പുറം ക്രിസ്തുവാനുരൂപരായി മാറാൻ നമ്മെ സഹായിക്കും. അതിനാണ് ഇന്ന് നാം ചിന്തിക്കുക. ഈ 6 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഈ വായിച്ച 2 വാക്യത്തിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന 6 കാര്യങ്ങൾ
ഓരോന്നായി ഞാൻ പറയാം, ശ്രദ്ധിക്കുക. ഒന്ന്, അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. ഞാൻ ആവർത്തിക്കുന്നു, ഒന്ന്, അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. രണ്ട്, അവനിൽ വേരൂന്നുവിൻ. പറയാമോ? അവനിൽ വേരൂന്നുവിൻ. മൂന്ന്, ആത്മീക വർധന പ്രാപിപ്പിൻ. പറഞ്ഞോളൂ, ആത്മീക വർധന പ്രാപിപ്പിൻ. നാല്, നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് അനുസരിപ്പിൻ. എന്താണ്? നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് അനുസരിപ്പിൻ. അഞ്ച്, വിശ്വാസത്തിൽ ഉറയ്ക്കുവിൻ. എന്താണ്? വിശ്വാസത്തിൽ ഉറയ്ക്കുവിൻ. ആറ്, സ്തോത്രത്തിൽ കവിയുവിൻ. എന്താ? സ്തോത്രത്തിൽ കവിയുവിൻ. ഇങ്ങനെ ഒരു ക്രിസ്തുവിശ്വാസി തന്റെ ആധ്യാത്മിക ജീവിതത്തിന് അടിത്തറയായി ഈ 6 കാര്യങ്ങളിൽ തന്നെ പണിയണമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ പകൽ ധ്യാനത്തിൽ ഈ 6 കാര്യങ്ങളുടെ അന്തസത്ത എന്താണ് എന്നതിനെ പറ്റി ഒരു യാത്രയാണ്, ഒരു ധ്യാനമാണ് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ക്രിസ്തുവിൽ പ്രത്യാശിക്കുന്നത്. ഈ വാക്യത്തിന്റെ തുടക്കത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ 6 കാര്യങ്ങളെയും സമീപിക്കുവാൻ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു മനോഭാവത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു പ്രത്യേക മനോഭാവം. ആ മനോഭാവത്തിൽ നിന്നുകൊണ്ടായിരിക്കണം ഈ 6 കാര്യങ്ങളും നമ്മൾ സംഭവിക്കേണ്ടത്. എന്താണ് ആ മനോഭാവം എന്ന് തുടക്കത്തെ വാക്യം അങ്ങനെയാണ്: നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ. അതാണ് അവിടെ പറയുന്നത്. നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ. നമ്മൾ ഓർത്തഡോക്സുകാരെ സംബന്ധിച്ചിടത്തോളം കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ എന്ന ആ സ്റ്റേറ്റ്മെന്റ് അത്ര കൃത്യമായി നമുക്ക് മനസ്സിലാവില്ല. കാരണം നമ്മളെല്ലാവരും കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടത് എപ്പോഴാണ്? കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് രക്ഷകനും കർത്താവുമായി ആദ്യമായി നാം സ്വീകരിച്ചത് എപ്പോഴാണ്? വിശുദ്ധ മാമോദീസ എന്ന കൂദാശയിലൂടെയാണ്. നാം വിശുദ്ധ മാമോദീസ എന്ന കൂദാശ സ്വീകരിക്കാൻ ഇടയായ കാരണം എന്താണ്? കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ മാതാപിതാക്കൾ സഭയിൽ ജനിച്ച് ജീവിച്ച് വിശ്വാസത്തിൽ വളർന്നവരാണ് എന്നുള്ളത് കൊണ്ട്, അവർ വിശ്വാസത്തിൽ ജീവിച്ചവരാണ് എന്നുള്ളത് കൊണ്ട്, അവരുടെ മക്കളും വിശ്വാസത്തിൽ വളരണമെന്ന തീരുമാനത്തിൽ അവർ നമ്മെ മാമോദീസായിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. സംശയമൊന്നുമില്ല. പക്ഷെ അവിടെ നമുക്ക് സംഭവിക്കുന്ന ഒരു കുറവ് എന്നത്, ഇവിടെ നാം ഈ ക്രിസ്തുവിനെ ആദ്യമായി കൈക്കൊണ്ടതിന്റെ ആദ്യ സ്നേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതായത് മാതാപിതാക്കളുടെ തീരുമാനം എന്ന വണ്ണം നാം ബാപ്റ്റൈസ് ചെയ്യപ്പെട്ടു. പിന്നീട് സഭയുടെ അന്തരീക്ഷത്തിലും വിശ്വാസത്തിന്റെ പഠനത്തിലും സൺഡേ സ്കൂൾ വിദ്യാഭ്യാസത്തിലും ഉൾപ്പെടെ നാം വളർത്തപ്പെട്ടു. നാം ജനിച്ചതും ജീവിച്ചതും വളർന്നതും ഒക്കെ തന്നെ നാം ജനിച്ചതേ ക്രിസ്തു നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ തലമുറകളുടെ ഭാഗമായിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ ആദ്യമായി പരിചയപ്പെടുക എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ഓർമ്മയിൽ ഒരു ആഴമായ അനുഭവമായി പലപ്പോഴും ഇല്ല. എന്നാൽ കൊലോസ്യ സഭയ്ക്ക് പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുമ്പോൾ ഈ സഭയെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തുവിനെ അറിയാത്ത ഒരു കമ്മ്യൂണിറ്റി, ക്രിസ്തു ആരെന്ന് മനസ്സിലാകാത്ത ഒരു സമൂഹം, അവരുടെ മതവിശ്വാസങ്ങളുടെയും ജീവിത രീതികളുടെയും ശൈലിയിൽ ജീവിച്ച ഒരു കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റിയോട് യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ചപ്പോൾ ക്രിസ്തുവാണ് ദൈവമെന്ന തിരിച്ചറിവിലേക്ക് അവർ കടന്നു വരികയും ക്രിസ്തുവിനെ അവരുടെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാൻ തയ്യാറാവുകയുമായിരുന്നു. അത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഡിസിഷനായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളി നിറഞ്ഞൊരു ഡിസിഷനായിരുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തു നമ്മുടെ ദൈവമായിരിക്കുന്നതിൽ ഒരു വെല്ലുവിളിയും ഇല്ലാത്ത ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ. ശരിയല്ലേ? യേശു ക്രിസ്തു ദൈവമാണെന്ന് പറയുന്നതിൽ നമുക്ക് എന്തെങ്കിലും ചലഞ്ച് ഉണ്ടോ? ഒന്നുമില്ല. നാം ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നതിൽ നമ്മുടെ നാടിന്റെ ഒരു സംസ്കാരത്തിലും രീതിയിലും ചലഞ്ച് ഇല്ലെന്ന് മാത്രമല്ല, വളരെ ആദരണീയവും ബഹുമാനീയവുമായ ഒരു പദവിയാണ് ഒരു ക്രിസ്ത്യാനി ആയിരിക്കുക. സമൂഹം വളരെ ആ ഗൗരവത്തോടെയും ബഹുമാനത്തോടെയും കാണുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ക്രിസ്ത്യാനി ആയിരിക്കുന്നതിൽ ഒരിക്കലും ഒരു ചാലഞ്ച് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. നമ്മുടെ ക്രിസ്ത്യാനിത്വം
ഒരു റിസ്കി ഡിസിഷൻ ആയിരുന്നില്ല ഒരു കാലഘട്ടത്തിലും. ഏതെങ്കിലും തരത്തിൽ ഒരു ത്രെറ്റനിങ് ഡിസിഷൻ ആയിരുന്നില്ല. നമുക്കൊരു വെല്ലുവിളി ഉണ്ടാക്കുന്ന, നമുക്കൊരു ഭീഷണി ഉണ്ടാക്കുന്ന, നമുക്ക് മരണകരമായ സാഹചര്യം ഉണ്ടാക്കുന്ന, നമുക്കൊരു അപമാനമുണ്ടാക്കുന്ന, നമുക്ക് കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരുന്ന ഒരു തീരുമാനമേ ആയിരുന്നില്ല നാം ഒരു ക്രിസ്ത്യാനിയായി ജനിച്ച് മാമോദീസ മുങ്ങി ജീവിക്കുക എന്നുള്ളത്. ശരിയല്ലേ? അതുകൊണ്ട് തന്നെ നമുക്കിതിന്റെ വില എത്രത്തോളം അറിയാം എന്നുള്ളത് സംശയകരമാണ്. ഡിട്രീച്ച് ബോൺഹോഫർ എന്ന് പറയുന്ന ജർമ്മൻ എഴുത്തുകാരന്റെ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഞങ്ങൾ അച്ഛനെ ഓർമ്മിപ്പിച്ചു, ഞാനൊരു സുവിശേഷ സംഘത്തിന്റെ ചുമതലയുണ്ട് ഭദ്രാസന തലത്തിൽ കൂത്താട്ടുകുളം മേഖലയിൽ. അപ്പൊ അവിടെ ഞങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായി പഠന വിഷയമാക്കിയിരുന്നത് ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുന്ന വിഷയമാണ്, ക്രിസ്തു ശിഷ്യത്വം. ഈ കഴിഞ്ഞ ആഴ്ചയിൽ അവിടെ ഒരു 5 ദിവസത്തെ കൺവെൻഷൻ ആയിരുന്നു ഞങ്ങളുടെ ഒരു വർഷത്തെ പഠനങ്ങളുടെ പൂർത്തീകരണമായിട്ട്. അതിന്റെയും തീം ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പ് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷമായി ഞങ്ങൾ പഠനത്തിന് അടിസ്ഥാനമായി എടുത്തൊരു പുസ്തകം ഈ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുന്ന പുസ്തകമാണ്. ആ പുസ്തകം വെച്ച് എല്ലാ വെള്ളിയാഴ്ചകളിലും ഞങ്ങൾക്കൊരു പഠനം അവിടെ ഉണ്ടായിരുന്നു. ആ പഠനം തിരുമേനിയും ഞാനും മറ്റു വൈദികരും ഒക്കെ നിരന്തരമായി ആ പഠനം എടുത്ത് അതിന്റെ ഒരു പൂർത്തീകരണത്തിലാണ് ഞങ്ങൾ ആ കൺവെൻഷൻ നടത്തിയത്. അപ്പോൾ ഈ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് പുസ്തകത്തിന്റെ ആദ്യ അധ്യായത്തിന്റെ തലക്കെട്ട് ചീപ്പ് ഗ്രേസ് എന്ന് പറയുന്നതാണ്. എന്ന് പറഞ്ഞാൽ വിലയില്ലാത്ത കൃപ, വില കുറഞ്ഞ കൃപ എന്ന് പറയുന്നു. അതിനകത്ത് ബോൺഹോഫർ എക്സ്പ്ലെയിൻ ചെയ്തു വരുന്ന ഒരു കാര്യം മറ്റൊന്നുമല്ല, നമുക്ക് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധവും കൗദാശികമായ അനുഭവവും പള്ളി ആരാധനകളും വിശുദ്ധ കുമ്പസാരം ഉൾപ്പെടെയുള്ള പാപമോചനത്തിന്റെ അനുഭവങ്ങളും അതുപോലെ വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ ക്രിസ്തുവിൽ ബലപ്പെടാനുള്ള ജീവിതാവസ്ഥകളുമെല്ലാം വളരെ സുലഭമായി, വളരെ ആക്സസബിളായി നമുക്ക് ലഭിക്കുന്നത് കൊണ്ട് നമുക്കിതിന്റെയൊക്കെ വില നഷ്ടപ്പെട്ടിരിക്കുന്നു. നമുക്കിതിനെയൊക്കെ വളരെ കർത്താവിന്റെ കൃപയുടെ വാല്യൂ, ഗ്രേസ് ഓഫ് ജീസസ്, അത് വളരെ ചീപ്പായിട്ട് വില കുറഞ്ഞ് നമ്മൾ സമീപിക്കുന്നു. പാപം ചെയ്താലോ എന്താണ് കുഴപ്പം? വലിയ നോമ്പ് വരുന്നുണ്ടല്ലോ, കുമ്പസാരിക്കാലോ, എല്ലാ കൊല്ലവും കുമ്പസാരിക്കുന്നല്ലേ. നമ്മുടെ കുമ്പസാരങ്ങളെ നമ്മൾ സമീപിക്കുന്നത് എത്രയോ സോഫ്റ്റ് ആയിട്ടാണ്. നമ്മൾ എത്രത്തോളം അതിന് ഗൗരവം കൊടുക്കുന്നുണ്ട്. നമ്മുടെ പാപാവസ്ഥകളെ കുറിച്ച് എത്രത്തോളം നാം നൊമ്പരപ്പെടുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ എനിക്ക് വേണ്ടി യാഗമായി തീർന്നതിന്റെ വില എത്രത്തോളം നമ്മുടെ ഹൃദയങ്ങളിൽ ദുർബലപ്പെട്ടിരിക്കുന്നു. അതിന്റെയൊക്കെ കാരണം എന്താണ്? നമ്മൾ വളരെ സുലഭമായ ആധ്യാത്മിക അന്തരീക്ഷത്തിന്റെ നടുവിൽ ജീവിക്കുന്നു. മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിലെല്ലാം നമ്മളൊക്കെ വീഡിയോകളിലൊക്കെ ഈ നാളുകളിൽ സ്ഥിരം കാണുന്നതാണ്. യേശുക്രിസ്തുവിനെ ആരാധിച്ചാൽ അവർ കൊല്ലപ്പെടുന്ന അവസ്ഥ, സിറിയയിലൊക്കെ തെരുവുകളിൽ നഗ്നരായി സ്ത്രീകൾ നടത്തപ്പെടുന്ന അവസ്ഥ, അതുപോലെ നമ്മളൊക്കെ ടെററിസ്റ്റുമാരുടെ ആക്രമണങ്ങളിൽ യൂണിഫോം ഒക്കെ ഇട്ട് മരുഭൂമിയുടെ നടുവിൽ എല്ലാവരെയും നിരത്തി നിർത്തി യേശുക്രിസ്തുവിനെ വിളിക്കുന്നു എന്ന പേരിൽ കൊന്നുകളയുന്ന അവസ്ഥ, ഇതെല്ലാം നാം ഈ ലോകത്ത് കാണുമ്പോൾ നമുക്ക് ഈ ക്രിസ്തുവിനെ നമ്മുടെ കർത്താവും രക്ഷകനും ദൈവവുമായി കൊണ്ടുപോകുന്നതിന്റെ ആ സ്നേഹത്തിന്റെ തീവ്രത നമ്മുടെ ഉള്ളിൽ വളരെ ദുർബലമാണ്. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ എന്ന് പറയുന്ന ആ വികാരം, കൊലോസ്യ സഭയോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ആ ഇമോഷൻ പലപ്പോഴും നമുക്ക് വളരെ അന്യവും ദൂരെയുമാണ്. ഇവിടെയാണ് നമുക്കൊരു മാറ്റവും പരിണാമവും ഉണ്ടാകേണ്ടത്. ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ ബന്ധം അതിതീവ്രവും ശക്തവുമായിരിക്കണം. അഗ്നിമയന്മാർ ആരെ നോക്കി വിറച്ചിടുന്നുവോ അവനെ മേശയിൽ അപ്പവും വീഞ്ഞുമായി നീ കാണുന്നു. അഗ്നിമയന്മാർ എന്തിനാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ അല്ലെങ്കിൽ വചനമായ ദൈവത്തെ അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയെ കാണുമ്പോൾ വിറയ്ക്കുന്നത്? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എന്തിനാണ് അഗ്നിമയന്മാരായ സ്വർഗീയ മാലാഖമാർ വിശുദ്ധ കുർബാന കാണുമ്പോൾ വിറയ്ക്കുന്നത്? അതിന്റെ കാരണം എന്താണ്? വിശുദ്ധ കുർബാന കാണുമ്പോൾ വിറയ്ക്കേണ്ടത് പാപികളല്ലേ?
അല്ലെ? പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവിന് തിരുശരീര രക്തങ്ങൾ കാണുമ്പോൾ പേടിക്കണം, വിറയ്ക്കണം. അഗ്നിമയന്മാരായ സ്വർഗീയ മാലാഖമാർ പാപം ചെയ്യുന്നില്ല. അവർ സ്വർഗത്തിൽ വസിക്കുന്നവരും വിശുദ്ധ ഗണങ്ങളുമാണ്. അവരെന്തിന് ഈ കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ കാണുമ്പോൾ വിറയ്ക്കണം, ഭയക്കണം? അതിനൊരു കാരണമുണ്ട്. ഈ അഗ്നിമയന്മാർക്കറിയാവുന്ന അവരുടെ ഇടയിലെ ഒരു കഥയുണ്ട്. യെശയ്യാ പ്രവാചകനൊക്കെ പറഞ്ഞിട്ടുള്ള ആ കഥ നിങ്ങൾക്കും അറിയാം. സ്വർഗത്തിൽ 10 ഗണം മാലാഖമാരുണ്ടായിരുന്നു. അതിൽ ഒരു ഗണം മാലാഖ, ആ മാലാഖായ്ക്ക് ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുകളിൽ ഒരു സിംഹാസനം സ്ഥാപിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായി. ആ കാര്യത്തെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? അവൻ ഹൃദയത്തിൽ നിരൂപിച്ചു എന്ന വാക്കാ ഉപയോഗിച്ചിരിക്കുന്നത്. എങ്ങനെ നിരൂപിച്ചു? ഹൃദയത്തിൽ നിരൂപിച്ചു. എന്ത് നിരൂപിച്ചു? ഒരു കൂട്ടം മാലാഖാഗണം ഉള്ളിലൊന്ന് ചിന്തിച്ചു. ആരോടും പറഞ്ഞില്ല, പുറത്ത് ചർച്ച ചെയ്തില്ല, ഉള്ളിൽ ചിന്തിച്ചു. ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുകളിൽ ഒരു സിംഹാസനം സ്ഥാപിക്കണം എന്ന ഒരു ചിന്ത ഉള്ളിലുണ്ടായ ഉടനെ ഇതറിഞ്ഞ് മീഖായേലിന്റെ നേതൃത്വത്തിൽ വന്ന് ഇവരെ വെട്ടി പുറത്താക്കിയെന്ന്, ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന് വെളിപാട് പുസ്തകത്തിൽ നാം വായിക്കുന്നു. അങ്ങനെ ഒരു മാലാഖ പുറത്താക്കപ്പെട്ടത്, ഫാളൻ ഏഞ്ചൽ, വീണ മാലാഖ, അവനാണ് പിശാചായിട്ട് രൂപാന്തരപ്പെട്ടത്. ഈ കഥ അറിയാമല്ലോ. ഈ കഥ സ്വർഗത്തിലെ മറ്റു മാലാഖമാർക്കും അറിയാം. മനസ്സിലായോ? അവർക്കിതറിയാം. അവർക്കറിയാവുന്ന കാര്യം മറ്റൊന്നുമല്ല, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു മാലാഖ ഹൃദയത്തിലൊരു തെറ്റായ നിരൂപണം ഉന്നയിച്ചപ്പോൾ പുറത്ത് പറഞ്ഞില്ല, ഒന്നും ചെയ്തില്ല. വെറുതെ ഹൃദയത്തിലൊരു തെറ്റായ ഒരു പാപ നിരൂപണം കൊണ്ടുവന്നപ്പോൾ ഉടനെ തന്നെ സ്വർഗത്തിൽ നിന്ന് വെട്ടിപ്പുറത്താക്കപ്പെട്ടുവെങ്കിൽ തങ്ങളുടെ ഹൃദയ നിരൂപണങ്ങൾ പോലും ഈ തിരുശരീര രക്തങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ എത്രത്തോളം വിശുദ്ധമായിരിക്കണം എന്ന തിരിച്ചറിവാണ് അഗ്നിമയന്മാർ ഈ വിശുദ്ധ കുർബാന കാണുമ്പോൾ വിറയ്ക്കാനുള്ള കാരണം. നിങ്ങളാരെങ്കിലും വിറയ്ക്കാറുണ്ടോ വിശുദ്ധ കുർബാന കാണുമ്പോൾ? എന്താ വിറയ്ക്കാത്തതിന്റെ കാരണം? അഗ്നിമയന്മാര് വിറയ്ക്കുന്നതിന്റെ കാരണം ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിറയ്ക്കാത്തതിന്റെ കാരണം എന്താ? കുഴപ്പമൊന്നുമില്ലെന്നേ, ഹൃദയത്തിൽ ഇത്തിരി ചിന്തയൊക്കെ വന്നാലും. ആർക്കാ ഹൃദയത്തിൽ ഒരു മോശം ചിന്ത ഉണ്ടാകാത്തത്? എല്ലാവരും ഒക്കെ ഇങ്ങനെയൊക്കെ ഉള്ളതല്ലേ? ഇതൊക്കെ ദൈവത്തിന് അറിയാൻ പാടില്ലേ? നമ്മുടെ പാപം ക്ഷമിക്കുന്ന ദൈവമല്ലേ? കുമ്പസാരം ഉണ്ടല്ലോ ആണ്ടില്, ആ സമയത്ത് പോയി നേറ്റ് പറഞ്ഞാ പോരെ? ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ളന്നേ. ചീപ്പ് ഗ്രേസ്. നമ്മൾ കർത്താവിന്റെ വിലയെ, കാൽവറി യാഗത്തിന്റെ വിലയെ വളരെ ദുർബലപ്പെടുത്തിയാണ് സമീപിക്കുക. അതുകൊണ്ട് തന്നെ ആദ്യ സ്നേഹത്തിന്റെ കരുത്തും ക്രിസ്തു ബന്ധത്തിന്റെ തീഷ്ണതയും പലപ്പോഴും നമുക്ക് അന്യമാണ്. എന്തായാലും അത് തിരിച്ചു പിടിക്കാൻ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഈ 6 വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ഒന്നാമത്തെ വഴി, അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. എന്താണ് അവന്റെ കൂട്ടായ്മയിൽ നടക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഏതെങ്കിലും കൂട്ടായ്മ കൂടുന്നതിനെ പറ്റിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇന്ന് ഇവിടെ കൂടിയിട്ടുണ്ട്. ഇതൊരു കൂട്ടായ്മയാണ്, ഒരു ഫെലോഷിപ്പാണ്. അങ്ങനെയുള്ള ഫെലോഷിപ്പുകളിലെ നിരന്തരമായ പങ്കാളിത്തമാണോ കൂട്ടായ്മ എന്നുദ്ദേശിക്കുന്നത്? അല്ല. ഇവിടെ പറയുന്നത് അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ എന്ന് പറഞ്ഞാൽ എ പേഴ്സണൽ ഫെലോഷിപ്പ് വിത്ത് ഗാഡ്. ദൈവവുമായിട്ട് ഒരു വ്യക്തിപരവും ആഴവും തീവ്രവുമായ ഒരു കൂട്ടായ്മ, എ പേഴ്സണൽ ഫെലോഷിപ്പ് വിത്ത് ഗാഡ്. അത് നമുക്കുണ്ടാകണം എന്നുള്ളതാണ് പൗലോസ് അപ്പോസ്തലൻ നിർദ്ദേശിക്കുന്ന ഒന്നാമത്തെ കാര്യം. നമുക്ക് ഈ കാലങ്ങളിൽ ഇല്ലാത്തതൊന്നതാണ് പേഴ്സണൽ ഫെലോഷിപ്പ്. ദൈവവുമായിട്ട് വ്യക്തിപരമായ, ഹൃദയംഗമായ, ഒരാഴമായ, ഒരു തീവ്രമായ ബന്ധം പലപ്പോഴും ഇല്ല. എന്താണ് ഈ പേഴ്സണൽ ഫെലോഷിപ്പ് എന്ന് പറയുമ്പോൾ? ദൈവം ഉദ്ദേശിക്കുന്ന ആ ഫെലോഷിപ്പ് എന്താണ്? ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മനുഷ്യ സൃഷ്ടിയിലേക്ക് ഒന്ന് പോകണം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ തന്നെ ലക്ഷ്യം ഫെലോഷിപ്പ് എക്സ്പീരിയൻസ് ആണ്, കൂട്ടായ്മയാണ്. എന്തിനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന്, മനുഷ്യനെ സൃഷ്ടിക്കുന്ന കാര്യം തൃത്വദൈവം തമ്മിൽ സംസാരിക്കുന്ന ഒരു സംവാദം ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യ സൃഷ്ടിക്ക് മുൻപായിട്ടുണ്ട്. എന്താണ് ആ സംവാദം?
പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും തമ്മിലുള്ള ഒരു സംവാദം നമുക്ക് നമ്മുടെ ഛായയിലും സദൃശ്യത്തിലും, അറിയില്ലേ, സൺഡേ സ്കൂൾ മുതൽ പഠിക്കുന്നതാണല്ലോ. നമുക്ക് നമ്മുടെ ഛായയിലും സദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ഇത് പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും തമ്മിലുള്ള സംവാദമാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന്റെ മനസ്സിലുള്ളത് അതാണ്. എന്താണ്? ദൈവത്തിന്റെ ഛായയും സാദൃശ്യവുമുള്ള ഒരു കമ്മ്യൂണിറ്റി. ദൈവത്തിന്റെ ഛായ അല്ലെങ്കിൽ ദൈവത്തിന്റെ സാദൃശ്യം, നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ട്രിനിറ്റേറിയൻ നേച്ചറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഫെലോഷിപ്പ്. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും ഒന്നായിരിക്കുന്ന അവസ്ഥ. യേശുക്രിസ്തുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ യേശുക്രിസ്തു പിതാവാം ദൈവത്തോട് ആവശ്യപ്പെടുന്ന ചോദ്യം ഇതാണ്: പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നാകേണ്ടതിന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ, മനുഷ്യ സൃഷ്ടിയുടെ ദൈവോദ്ദേശം എന്ന് പറയുന്ന ഒരുപാട് ഘടകങ്ങൾ നമുക്ക് പറയാനുണ്ടെങ്കിലും ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എലമെന്റ് എന്ന് പറയുന്നത് ദ ഫെലോഷിപ്പ് വിത്ത് ഗാഡ്, ട്രിനിറ്റേറിയൻ ഫെലോഷിപ്പിന്റെ എക്സ്റ്റൻഷൻ ആണ്. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും ഒന്നായിരിക്കുന്ന കൂട്ടായ്മയിലേക്ക് നമ്മളും ആഡ് ഓൺ ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. ശ്രദ്ധിക്കണം, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും ഒന്നായിരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളും ചേർക്കപ്പെട്ട് ആ കൂട്ടായ്മയുടെ അതേ ഐക്യത്തിൽ നമ്മളും ജീവിക്കുന്ന അനുഭവം. പിശാചിന് ഏറ്റവും കൂടുതൽ പേടിയുള്ളതും ഈ അനുഭവമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, പിശാചിന് ഏറ്റവും ഭയമുള്ളത് മനുഷ്യന്റെ ദൈവത്തോടുള്ള കൂട്ടായ്മയും മനുഷ്യർ തമ്മിലുള്ള കൂട്ടായ്മയാണ്. കൂട്ടായ്മ പിശാചിന് ഭയങ്കര പേടിയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ക്രിസ്തീയ ഗോളത്തിൽ എവിടെ ശ്രദ്ധിച്ചാലും നിങ്ങൾക്കറിയാം, എവിടെ കൂട്ടായ്മയും ഐക്യമുണ്ടോ, ഐക്യം ബ്രേക്ക് ചെയ്യാനും കൂട്ടായ്മ പൊളിക്കാനും ആയിരിക്കും സാത്താൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത്. അത് ക്രിസ്തീയ കുടുംബങ്ങളിലാണെങ്കിലും ക്രിസ്തീയ സഭയിലാണെങ്കിലും ഇടവകകളിലാണെങ്കിലും കൂട്ടായ്മ ബ്രേക്ക് ചെയ്യാനായിരിക്കും പിശാച് ആദ്യം ശ്രമിക്കുന്നത്. കൂട്ടായ്മയെ ഭിന്നിപ്പിക്കും. നിസ്സാരമായ കാര്യങ്ങൾ കൊണ്ടും ക്യാരക്ടർ ഇഷ്യൂസ് കൊണ്ടും കൂട്ടായ്മയെ പല കഷ്ണങ്ങളാക്കി പൊളിക്കും. ശ്രദ്ധിച്ചിട്ടില്ലേ? ഇന്ന് നമുക്കറിയാം, മെയിൻ സ്ട്രീം ചർച്ചസ് എല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ചർച്ചസിലും പ്രശ്നങ്ങളാണ്. എന്താണ് ആ പ്രശ്നങ്ങളുടെ കാരണം? നമ്മുടെ സഭയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാം. കൊച്ചച്ഛൻ എന്നോട് ചോദിക്കുമായിരുന്നു, കുറെ കാലമായിട്ട് എന്നെ എങ്ങും കാണാറില്ലായിരുന്നല്ലോ എന്ന്. ഞാൻ പറയും, വേറെ ഒന്നുമല്ല, ഞാനൊരു വലിയ പ്രതിസന്ധിയുള്ളൊരു ദേവാലയത്തിലെ ശുശ്രൂഷയിലായിരുന്നു. 450 ഇടവക്കാരുണ്ട്, എല്ലാവരും ഒരുമിച്ചാണ്, എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ചായിരുന്നു. അവിടെ എനിക്കല്ലാതെ മറ്റൊരച്ഛന് പ്രവേശിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വേറൊരു സ്ഥലത്തും ഞാൻ പോയിരുന്നില്ല. കഴിഞ്ഞ 2-3 വർഷത്തെ എങ്ങും പോയില്ല. അവിടെ ഇടവക മാത്രം, അവിടെ തന്നെ താമസിച്ച് അവിടുത്തെ തന്നെ ശുശ്രൂഷ. ഒരു മരണം ഉണ്ടായാൽ ഞാൻ വരണം. എനിക്ക് പനി വരുന്നുണ്ടോ, എനിക്ക് ജലദോഷം വരുന്നുണ്ടോ, എനിക്ക് രോഗം വരുന്നുണ്ടോ, എനിക്ക് എന്തെങ്കിലും സർജറി പോലുള്ള കാര്യങ്ങൾ ആവശ്യമുണ്ടോ, ഇതൊന്നിനുള്ള അവസരം കഴിഞ്ഞ 2-2.5 വർഷമായിട്ട് ഞാനെന്ന വൈദികൻ ഉണ്ടായിരുന്നില്ല. വേറൊരു അച്ഛനെ മാറ്റി കുർബാന ചൊല്ലിക്കാനുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. അത്ര പ്രതിസന്ധിയുടെ നടുവിൽ പോയിരുന്ന ഒരു ഇടവകയിലായിരുന്നു ശുശ്രൂഷ. എന്നാൽ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് സാഹചര്യങ്ങളൊക്കെ മാറി. ഒരു 30 വർഷത്തിന് ശേഷം ഇടവമെത്രാപ്പോലീത്ത പള്ളി വന്നു. ഇപ്പൊ മറ്റു വൈദികർക്കൊക്കെ വരാൻ തുടങ്ങി. സുവിശേഷത്തിൽ അടിത്തറയിട്ട് കഴിഞ്ഞ 2-2.5 കൊല്ലം കൊണ്ട് പണിത് ദൈവാനുഗ്രഹത്താൽ എല്ലാം ശാന്തവും സമാധാനപരവുമായി. നാളെ ഈ സൺഡേ അവിടെ പൊതുയോഗമൊക്കെ നടക്കാൻ പോവാണ്. പക്ഷെ എല്ലാം വളരെ സ്മൂത്ത് ആയിട്ടും സന്തോഷപരമായിട്ടും പ്രശ്നങ്ങളൊന്നുമില്ലാതെ ആ കാര്യങ്ങളെല്ലാം ദൈവാനുഗ്രഹത്താൽ പരിഹരിക്കപ്പെട്ടതുകൊണ്ടാണ് ഇപ്പൊ എനിക്ക് ഇവിടെ വരാൻ കഴിഞ്ഞത്. അത് വേറൊരു കാര്യം. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, കൂട്ടായ്മ തകർക്കാനാണ് സാത്താൻ ശ്രമിക്കുക. നമ്മുടെ സഭയിൽ എന്തുമാത്രം പ്രശ്നങ്ങൾ, എന്തുകൊണ്ടാണ് സാത്താൻ അടിസ്ഥാനപരമായി നമ്മുടെ കൂട്ടായ്മ തകർക്കാൻ ശ്രമിക്കും? ഒരു ഇടവകയിൽ എന്തുമാത്രം, പലപ്പോഴും ഇടവക ഫേസ് ചെയ്യുന്ന പ്രതിസന്ധി പല ഗ്രൂപ്പിസങ്ങളാണ്. എന്താണ് അതിന്റെ റീസൺ? കൂട്ടായ്മ തകർക്കാൻ ശ്രമിക്കും. ഇത് സാത്താന്റെ അടിസ്ഥാന തന്ത്രമാണ്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, ദൈവവുമായിട്ടും മനുഷ്യർ തമ്മിലും കൂട്ടായ്മയുണ്ടായാൽ അവന്റെ രാജ്യത്തിന് വളർച്ചയില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ട് ക്രിസ്തു ആഗ്രഹിക്കുന്നത് ആ കൂട്ടായ്മയിലേക്ക്, പിതാവുമായിട്ടുള്ള, പുത്രനും പിതാവും പരിശുദ്ധാത്മാവും തമ്മിലുള്ള കൂട്ടായ്മയിലേക്ക് നമ്മൾ
റെസ്റ്റോർ ചെയ്യപ്പെടുക. ദാവീദ് തന്റെ സങ്കീർത്തനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പദം റെസ്റ്റോറേഷൻ എന്ന് പറയുന്ന ഒരു പദമാണ്. പിതാവും പുത്രനും പരിശുദ്ധരോഹായോടുമൊപ്പം ഒന്നായ അവസ്ഥയിൽ ആദം സൃഷ്ടിക്കപ്പെട്ടുവെങ്കിൽ പാപം ചെയ്ത ദൈവ തേജസ് നഷ്ടപ്പെട്ടു പോയ ആദം ആ കൂട്ടായ്മയിൽ നിന്നാണ് അകന്നുപോയത്. വാസ്തവത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞുള്ള സന്ധ്യ സായാഹ്നങ്ങൾ ഏദൻ തോട്ടത്തിൽ എത്ര സുന്ദരവും മനോഹരവുമായിരുന്നു. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ മനുഷ്യനോടൊപ്പം ഉലാത്താൻ ഇറങ്ങി വരുന്ന ദൈവം എന്ത് മനോഹരമായൊരു കാഴ്ചയാണ് അല്ലേ? എല്ലാ ദിവസവും വൈകുന്നേരം മനുഷ്യന്റെ ഒപ്പം സംസാരിച്ചിരിക്കാൻ വരുന്നൊരു ദൈവം, എന്തൊരു സന്തോഷമുള്ള, എന്തൊരു കൂട്ടായ്മയുള്ള അനുഭവമാണ് വാസ്തവത്തിൽ. അങ്ങനെ ദൈവവും ആദമും ഒക്കെയായി സംസാരിച്ചിരിക്കുന്നു. അപ്പൊ ദൈവത്തിനൊരു തോന്നൽ, വൈകുന്നേരം അല്ലേ ദൈവം കൂടെ വരുന്നുള്ളൂ, പകൽ സമയത്തൊക്കെ ഫുൾ ടൈം കൂടെ ഉണ്ടാകാൻ ഒരു കൂട്ടാളിയെ വേണമെന്ന് വിചാരിച്ച് ഹവ്വായെയും കൊടുത്തു. ഹവ്വായെയും സ്വീകരിച്ചു. ഇവളെന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥി, മാംസത്തിൽ നിന്നുള്ള മാംസം എന്ന് പറഞ്ഞ് ഹവ്വായെയും സ്വീകരിച്ചു. എല്ലാവരും കൂടെ സന്തോഷമായിട്ട് കൂട്ടായ്മയായിട്ട് പോകുമ്പോൾ ആ കൂട്ടായ്മ ബ്രേക്ക് ചെയ്യാൻ സാത്താൻ, തിന്മ അവരുടെ മധ്യത്തിലേക്ക് കടന്നു വരുന്നു. കഥ നമുക്കറിയാവുന്നതാണല്ലോ. സാത്താൻ പഴം തിന്നാ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ഇത് തിന്നാ ദൈവത്തെ പോലെ ആകുമോ എന്ന് പറഞ്ഞു. ഹവ്വ പറിച്ചു തിന്നു, ആദമിനും കൊടുത്തു, പാപം ചെയ്തു, കൂട്ടായ്മ ബ്രേക്കായി. കൂട്ടായ്മ ബ്രേക്കായി എന്ന് മനസ്സിലാകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ദൈവം അവിടെ നടത്തുന്നുണ്ട്. എന്താണ് ദൈവം നടത്തുന്ന സ്റ്റേറ്റ്മെന്റ്? ഈ പാപം ചെയ്ത ശേഷം തോട്ടത്തിലേക്ക് ദൈവം വരുമ്പോൾ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യം, ആദമേ നീ എവിടെ? He cannot recognize Adam. അവിടെ തിരിച്ചറിയാനാകുന്നില്ല ആദത്തിന്. ദൈവത്തിന് ആദത്തെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്താ ആ ചോദ്യത്തിന്റെ അർത്ഥം എന്താണ്? ഏദൻ തോട്ടത്തിലെ ഏത് മരത്തിന്റെ ചോട്ടിലാണ് ആദം ഒളിച്ചിരിക്കുന്നതെന്ന് അറിയാൻ ഏദൻ തോട്ടം സൃഷ്ടിച്ച ദൈവത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടാണോ? അല്ലല്ലോ. ദൈവത്തിന് ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റൂലേ? അപ്പൊ ഇത് ഫിസിക്കലി എവിടെ ആളെ കാണുന്നില്ലല്ലോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അല്ല, മറിച്ച് ആദമേ നീ എവിടെ എന്ന ചോദ്യത്തിന്റെ അർത്ഥം പാപം ചെയ്തതിലൂടെ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ, ആ ഒരു ഫെലോഷിപ്പ് എക്സ്പീരിയൻസ്, കൂട്ടായ്മ, ദൈവത്തോട് ഒന്നായിരിക്കുന്ന ഒരു ഹൃദയം ആദമിനുണ്ടായിരുന്നു. ദൈവം തോട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോഴേ ആദമിന്റെ ഹൃദയവും ദൈവത്തിന്റെ ഹൃദയവും തമ്മിലൊരു കണക്ഷൻ എവിടെയോ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ആ കണക്ഷൻ ഡിസ്കണക്റ്റ് ആയി. അത് നമ്മുടെ ആധ്യാത്മികതയിൽ സംഭവിച്ചിട്ടുണ്ട്. ദൈവവുമായിട്ടുള്ള നമ്മുടെ ഹൃദയംഗമായ കണക്ഷൻ ഡിസ്കണക്റ്റ് ആയി. അതുകൊണ്ടാണ് നമുക്ക് സന്ധ്യാ നമസ്കാരം നടത്താനിരിക്കുമ്പോൾ ഉറക്കം വരുന്നത്, അല്ലെ? സന്ധ്യാ നമസ്കാരത്തിന് ഇരിക്കുമ്പോൾ ഉറങ്ങിപ്പോകുന്നത് കണക്ഷൻ ഡിസ്കണക്റ്റ് ആണ്. വെർബലി വെറുതെ വാചക പ്രാർത്ഥന മാത്രമായി നമ്മളിങ്ങനെ എന്താണ് പ്രാർത്ഥിക്കുന്നതെന്ന ബോധമില്ലാതെ ഇങ്ങനെ എന്തൊക്കെയോ ചൊല്ലി തീർക്കുന്ന അനുഭവങ്ങളിലേക്ക് നമ്മൾ മാറിപ്പോയത് എന്തുകൊണ്ടാണ്? നമുക്ക് ഈ കണക്ഷൻ ഡിസ്കണക്റ്റ് ആയി, ഫെലോഷിപ്പ് മാറിപ്പോയി, കൂട്ടായ്മ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ ഒരു ആത്മബന്ധമില്ല, നമ്മുടെ നമസ്കാരങ്ങളിൽ നമുക്ക് കണ്ണുനീരുകളില്ല. ഞാൻ അഞ്ചുന്നൻ പാപത്താൽ ശുദ്ധർക്കേകം മോദപ്പൂങ്കാവിൽ എന്ന് പാടുമ്പോൾ ഞാൻ എന്റെ പാപത്താൽ അഞ്ചുന്നു എന്ന വേദനയിൽ എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ ഒഴുകി ഇറങ്ങുന്നില്ല. നീ ആരുടെയെങ്കിലും കണ്ണിൽ നിന്ന് ഒഴുകി ഇറങ്ങിപ്പോയ ബാക്കിയുള്ളവരൊട്ട് സമ്മതിക്കത്തുമില്ല. ഒരു തുള്ളി കണ്ണീരങ്ങാൻ നമ്മുടെ കണ്ണിൽ അല്ലെ? നമ്മൾ ഇമോഷണലി ചത്ത ആരാധനക്കാരായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. കാരണം ഇമോഷണൽ എക്സ്പ്രഷൻസ് ഒന്നും നമുക്ക് അനുവദനീയമല്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു കുംഭസാരത്തിന് വന്ന് കുംഭസാരിച്ചിട്ട് അവിടെ നോമ്പുകാല കുംഭസാരത്തിൽ ഒരുപാട് പേര് പള്ളിയകത്ത് ക്യൂ നിൽക്കുന്നുണ്ടാവും. എങ്ങാനും കുംഭസാരത്തിൽ ഒരു തുള്ളി കണ്ണുനീര് നമ്മുടെ കണ്ണിൽ നിന്നൊന്ന് വീണിട്ട് കുംഭസാരം കഴിഞ്ഞ് പടിഞ്ഞാറോട്ട് തിരിയുമ്പോ ടവല് കൊണ്ട് നമ്മൾ കണ്ണൊന്ന് തുടച്ച പ്രശ്നം എന്താ? അയ്യോ, ഇത്ര വലിയ ഭാവിയായിരുന്നു അല്ലേ? എങ്ങാനും നമ്മൾ വിശുദ്ധ കുർബാനയെ പങ്കെടുത്തോണ്ടിരിക്കുന്ന എന്റെ ഇടയ്ക്ക് ആ കർത്താവിന്റെ തിരുശരീരങ്ങൾ വാഴ്ത്തപ്പെടുന്ന സമയത്ത് ഉള്ളിൽ നിന്നെങ്ങാനും ഒരേങ്ങലെങ്ങാനും ഒന്ന് വന്നു പോയാൽ മുഴുവൻ ആൾക്കാരും കൂടെ നമ്മുടെ മുഖത്തോട്ട് നോക്കും. നമ്മളുടെ ആരാധനാ സമൂഹം ഒരു ഇമോഷണൽ എക്സ്പ്രഷൻസും എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം എന്താ? വി ആർ ഓൾ ഡിസ്കണക്റ്റഡ് ഫ്രം ഹിസ് ഫെലോഷിപ്പ്. ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്ന് വളരെയേറെ വിട്ടുപോയിരിക്കുന്നു. നമ്മൾ സഭയുമായിട്ടൊരു കൂട്ടായ്മ ഉള്ളതുകൊണ്ട്
ആ ഒരു ബന്ധം കൊണ്ടുണ്ടായ ഒരു നൂൽപ്പാലത്തെ കൂടെ ഇങ്ങനെ ജീവിച്ചു പോവുക. കൂദാശകളുമായിട്ട് സാക്രമെന്റ്സുമായിട്ടുള്ള ബന്ധത്തില് ആ ഒരു ദൈവബന്ധം മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അതിന്റെ അപ്പുറം ഒരു ഇമോഷണൽ കണക്ടിവിറ്റി നമുക്ക് ദൈവത്തോട് മിസ്സായി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആദമേ നീ എവിടെയെന്ന് ഏദൻ തോട്ടത്തിൽ വന്നിട്ട് ദൈവം ചോദിച്ചൊരു ചോദ്യം വെറും ഒരു ടെക്നിക്കൽ ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ന്, ഒരു ഇമോഷനും ഇല്ലാത്ത ചോദ്യമായിരുന്നു എന്ന് വിചാരിക്കുന്നുണ്ടോ? തോന്നുന്നുണ്ടോ? വേർ ഇസ് ആഡം എന്ന് പറയുന്നത് വെറും ഒരു എൻക്വയറി ആയിരുന്നു അതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലല്ലോ. ആ ആറ്റുനോറ്റ് കാത്തിരുന്ന് കൂട്ടായ്മയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച്, കൂട്ടായ്മയ്ക്ക് വേണ്ടി സ്നേഹിച്ച്, സൃഷ്ടിച്ച്, സ്വന്തം രൂപം കൊടുത്ത് സൃഷ്ടിച്ചവൻ ആ ആത്യന്തിക ലക്ഷ്യത്തെ ബ്രേക്ക് ചെയ്ത് പോയതിന്റെ പെയിൻ മുഴുവൻ ആ പ്രതികരണത്തിൽ ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? ഉണ്ടാവും പ്രിയപ്പെട്ടവരെ, ഉണ്ട്. സ്പിരിച്വാലിറ്റി ഈസ് ഓൾവേസ് ഇമോഷണൽ. വളരെ വൈകാരികമാണ് ആധ്യാത്മികത. പണ്ട് ഹന്ന അത്ര ഇമോഷണലായി പള്ളിയകത്ത് നിന്ന് പ്രാർത്ഥിച്ചപ്പോ അത് അവക്ക് കള്ളു കുടിച്ചിട്ട് ഭ്രാന്ത് പിടിച്ചതാണെന്ന് പറഞ്ഞു. ഇന്ന് നമുക്ക് ഇമോഷണൽ പ്രേയേഴ്സിന് സാധ്യതയില്ലാതെ വരുമ്പോ വാസ്തവത്തിൽ അതേ അവസ്ഥയിലേക്ക് അധപ്പതിച്ചിരിക്കുകയല്ലേ കമ്മ്യൂണിറ്റി എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. ഇമോഷണൽ. ധൂർത്തനായ പുത്രൻ മടങ്ങി വന്ന അപ്പന്റെ അടുത്തേക്ക് വരുമ്പോൾ, അപ്പാ സ്വർഗത്തോടും നിന്നോടും വിരോധമായി ഞാൻ പാപം ചെയ്തു, എന്റെ ഭവനത്തിൽ കൂലിക്കാരനെ പോലെയെങ്കിലും എന്നെ കൈക്കൊള്ളണമേ, ദാസനെ പോലെയെങ്കിലും എന്നെ വിചാരിക്കണമേ എന്ന് ഒരു പ്രിപ്പറേഷൻ ഓഫ് കൺഫെഷൻ അദ്ദേഹം നടത്തുന്നുണ്ട്. പന്നിക്കൂട്ടി വെച്ച് നടത്തുന്ന ഒരു പ്രിപ്പറേഷൻ ഓഫ് കൺഫെഷൻ ആണ്. പുള്ളിയുടെ കൺഫെഷന്റെ പ്രിപ്പറേഷനിൽ നിന്നാണ് പുള്ളി ഇതൊക്കെ ഈ പ്രയർ നമുക്ക് കിട്ടിയത്. കാരണം ഈ കൺഫെഷൻ പ്രസന്റ് ചെയ്യാൻ വാസ്തവത്തിൽ അപ്പൻ സമ്മതിച്ചില്ല. പ്രസന്റേഷൻ തുടങ്ങിയപ്പോ തന്നെ അപ്പൻ കെട്ടിപ്പിടിച്ചു. രണ്ടാമത്തെ വാക്ക് പറഞ്ഞപ്പോ തന്നെ അപ്പൻ കെട്ടിപ്പിടിച്ചു. പക്ഷെ പ്രിപ്പറേഷൻ ഓഫ് കൺഫെഷൻ എന്ന് പറയുന്നത് പന്നിക്കൂട്ടി കിടന്ന് നടത്തി. നമ്മൾക്ക് വിശുദ്ധ കുമ്പസാരത്തിനായി കടന്നു വരുമ്പോൾ എന്തെങ്കിലും ഒരു പ്രിപ്പറേഷൻ ഓഫ് കൺഫെഷൻ ഉണ്ടോ? മിക്കവാറും കുമ്പസാരത്തിനായി വന്ന് മുട്ടുകുത്തുമ്പോൾ പലരും പങ്കുവെക്കുന്ന ഒരു വാക്ക്, ഓർക്കണില്ല ചാ. എന്തേ ഓർക്കാൻ സമയമില്ലായിരുന്നോ? ഒദ്യൂനിസോ പ്രാർത്ഥന ഉൾപ്പെടെ വിശുദ്ധ കുർബാന ക്രമത്തിലുണ്ടല്ലോ. ആ കുമ്പസാരത്തിന് വന്ന് ഇരിക്കുമ്പോ ആ വിശുദ്ധ കുർബാന ക്രമം എടുത്ത ഒദ്യൂനിസ പ്രാർത്ഥനയൊന്ന് ധ്യാനിച്ചാൽ തന്നെ കിട്ടുമല്ലോ നമ്മുടെ ജീവിതം കടന്നു പോകുന്ന പല മേഖലകളും നമുക്ക് സമർപ്പിക്കാൻ. വിശുദ്ധ കുമ്പസാരത്തിന് എന്റെ പള്ളിയിലൊക്കെ ഒരു സമയം ഫിക്സ് ചെയ്തിട്ടുണ്ട്. 4 മണി എന്നാണെന്നുണ്ടെങ്കിൽ 4 മണിക്ക് തന്നെ പലരും വരും. അപ്പൊ ഞാനൊരു വരുമ്പോ ഒരു 10 മിനിറ്റ് ഇവരൊക്കെ പള്ളിയകത്തൊന്ന് ഇരിക്കട്ടെ, വെറുതെ ഒന്ന് ഇരിക്കട്ടെ, ഒന്ന് ഇരുന്നിട്ട് ഒന്ന് കുമ്പസാരത്തിന് വരട്ടെ എന്നോർത്ത് ഞാൻ അവിടെ ഉണ്ടെങ്കിൽ പോലും ഒരു 10 മിനിറ്റ് വൈകിക്കും. ഇതിന്റെ ഇടയ്ക്ക് ഒരു 3-4 പ്രാവശ്യം ഇറങ്ങി വരും. അച്ഛനെന്താ വരാത്തെ? അല്ല ഞാൻ വരാം, നിങ്ങളൊരു 10 മിനിറ്റ് പള്ളിയകത്ത് ഇരിക്കേ, ഞാൻ വരാം, ഞാനിപ്പോ വരാം. അവിടെ ഇരുന്നിട്ട് ഇരിക്കപ്പുറത്തില്ല, എങ്ങനെയെങ്കിലും ഈ വന്ന കാര്യം ഒന്ന് തീർത്തേച്ച് നേരത്തെ ഇറങ്ങി. അത്ര ഒരു മെഡിറ്റേറ്റീവ് ആയിട്ട് അല്പസമയം കുമ്പസാരത്തിന് വേണ്ടി ഒന്ന് ഒരുങ്ങി ഇരിക്കാനുള്ള ഒരു മനസ്സും പലപ്പോഴും നമുക്കില്ല. കാരണം എന്താ? നമുക്ക് ഈ ഫെല്ലോഷിപ്പ് ഇല്ല. യേശുക്രിസ്തുവിന്റെ പിതാവാൻ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയുടെ ഫെല്ലോഷിപ്പ് എക്സ്പീരിയൻസിന്റെ ഏറ്റവും തീവ്രമായ ഒരു സ്പേസ് ആണ് ഗത്സമൻ പ്രയർ. ആ ഗത്സമൻ പ്രയറിൽ നമ്മൾ കാണുന്നുണ്ട് അവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന രക്തം വിയർത്ത് പ്രാർത്ഥിച്ചു എന്നാണ്. യേശുക്രിസ്തു പിതാവായ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രക്തം വിയർത്തു. രക്തം വിയർക്കുക എന്ന് പറഞ്ഞാൽ എന്താ? രക്തം വിയർക്കുക എന്ന് പറഞ്ഞ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ലെവലിന്റെ ഒരു എക്സ്ട്രീം സ്റ്റേജ് ആണ് അത് കാണുന്നത്. രക്തം വിയർക്കുന്ന അത്രത്തോളം വൈകാരികമായിരുന്നു ആ പ്രാർത്ഥന എന്ന് വേണം കരുതാൻ. രക്തം വിയർക്കണമെങ്കിൽ അത്രത്തോളം ഇമോഷണലി കണക്റ്റഡ് ആയിരുന്നു ആ പ്രാർത്ഥന. യേശുക്രിസ്തുവിന്റെ ഓരോ പ്രാർത്ഥനകളും നാം പിതാവുമായിട്ടുള്ള സംവാദങ്ങളും എടുത്തു നോക്കുമ്പോൾ, മഹാപുരോഹിത പ്രാർത്ഥന ഉൾപ്പെടെയുള്ള ക്രിസ്തുവും പിതാവും തമ്മിലുള്ള പ്രാർത്ഥനകൾ എടുത്തു നോക്കുമ്പോൾ എത്രത്തോളം വൈകാരികമായി കണക്റ്റഡ് ആയിരുന്നു. നമുക്ക് ആ കണക്ഷൻ നഷ്ടപ്പെട്ടു. അടുത്തിടെ കുറച്ചു നാൾ മുമ്പ് ഒരു വീട്ടിൽ ഒരു പള്ളിയിലെ 2 ദിവസത്തെ ശുശ്രൂഷയ്ക്കായി ചെന്നു. തലേ ദിവസം വൈകിട്ട് കൺവെൻഷൻ, പകൽ ഇതുപോലെ ധ്യാനം. ആ രാത്രി ഒരു വീട്ടിൽ താമസിച്ച സമയത്ത് അവിടെ പ്രായമായൊരു അപ്പച്ചനും കുടുംബാംഗങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ സന്ധ്യാനമസ്കാരം നടത്താം എന്ന് പറഞ്ഞു. സന്ധ്യാനമസ്കാരത്തിനായി വന്നു നിന്നു. അപ്പോൾ സാധാരണ വൈദികരുണ്ടെങ്കിൽ വൈദികരാണല്ലോ കൗമയൊക്കെ തുടങ്ങിയിടുക, ബാക്കി എല്ലാവരും ഫോളോ ചെയ്യും. അപ്പൊ ഞാൻ പതുക്കെ കൗമയൊക്കെ തുടങ്ങിയപ്പോ
കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അപ്പച്ചൻ മറന്നുപോയി, ഞാൻ അവിടെ ഉണ്ടെന്നുള്ള വിവരവും വൈദികനാണെന്നുള്ള വിവരമൊക്കെ മറന്നുപോയി. അപ്പച്ചൻ പ്രാർത്ഥന ടേക്ക് ഓവർ ചെയ്തു, അപ്പച്ചൻ്റെ രീതിക്ക് കൊണ്ടുപോയി. എനിക്കതിനകത്ത് ബുദ്ധിമുട്ടുള്ള ആളൊന്നും അല്ല. പ്രായമായ അപ്പച്ചന്മാരൊരു പ്രാർത്ഥന ലീഡ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്ത് പോരാനൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടില്ല, എനിക്ക് സന്തോഷമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനതങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അപ്പച്ചൻ്റെ പുറകെ പോയി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഞങ്ങളൊക്കെ അവിടെ കൂടുതൽ ഈ പാമ്പാക്കണ നമസ്കാരമാണ് യാമപ്രാർത്ഥനകളിൽ ഉപയോഗിക്കുക. ഇവിടെ നിങ്ങളൊക്കെ പഴയ നമസ്കാരങ്ങളൊക്കെയാണല്ലോ കൂടുതൽ ഉപയോഗം. ഞങ്ങൾ അപ്പോൾ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ഞങ്ങളുടെ അവിടുത്തെ കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ള. അപ്പോൾ ഞാനും ഇതിങ്ങനെ പുസ്തകമൊക്കെ നോക്കി ഇങ്ങനെ ഫോളോ ചെയ്ത് പോവാണ്. അപ്പോൾ പോകുന്നതിനിടയ്ക്ക് വിശ്വാസ പ്രമാണം എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി. വിശ്വാസ പ്രമാണം മുഴുവൻ ചൊല്ലി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പച്ചനൊരു സംശയം, ഇത് ചൊല്ലിയോന്ന്. അപ്പോൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ സ്വർഗസ്ഥനായ സർവശക്തിയുള്ള പിതാവായി ആകാശത്തിൻ്റെ ഭൂമിയുടെ എടുത്തിട്ട് അപ്പൊ അത് മുഴുവൻ ചൊല്ലി കഴിഞ്ഞപ്പോ 2 പ്രാവശ്യം ചൊല്ലി. ഇത് അറിയുന്നില്ല, ആക്ച്വലി 3 പ്രാവശ്യം ചൊല്ലി വിശ്വാസ പ്രമാണം. 3-ാമത്തെ പ്രാവശ്യം ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ചിലപ്പോൾ 4 ചൊല്ലിപ്പോവും. വിശ്വാസ പ്രമാണം ആയതുകൊണ്ട് എത്ര ചൊല്ലിയാലും കുഴപ്പമില്ല, നല്ലതാണ്. ഞാൻ ചാടിക്കയറി ഭക്തർ പുകഴ്ച ഭാജനമേന്ന് എടുത്തിട്ടു, അതുകൊണ്ട് രക്ഷപ്പെട്ടു, അതിൽ തീർന്നു. പക്ഷെ തമാശ എന്നാന്ന് വെച്ചാൽ ആ വീട്ടിൽ ആ പ്രാർത്ഥനയിലിരുന്ന ഞാനല്ലാതെ വേറെ ആരും അറിഞ്ഞില്ല ഇത് 3 പ്രാവശ്യം ചൊല്ലിയത്. എല്ലാവരും നമസ്കാരം പൂർത്തിയാക്കി. അത്രത്തോളം ഡിസ്കണക്റ്റഡ് ആണ് നമ്മൾ. ഇതിൻ്റെ ഇടയ്ക്ക് വാട്സാപ്പ് നോക്കുന്നുണ്ട്, ചാറ്റ് ചെയ്യുന്നുണ്ട്, ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്യുന്നുണ്ട്. ആൻറ്റി ഇടയ്ക്ക് അടുക്കളയിൽ പോയി എനിക്കുള്ള ഭക്ഷണത്തിൻ്റെ ഒന്ന് ഇളക്കിയിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ പല പരിപാടി ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. ഇതെല്ലാം നടന്നു കംപ്ലീറ്റ് ചെയ്തു, ആരും അറിഞ്ഞില്ല അത് 3 പ്രാവശ്യം ചൊല്ലിയത്. എന്തായാലും നമ്മുടെ കണക്ഷൻ തീരെയില്ല. ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം ഒന്ന് വീണ്ടും റീകണക്ട് ചെയ്യപ്പെടണം, ഫെലോഷിപ്പ് റീകണക്ട് ചെയ്യപ്പെടണം. ഇത് തമ്പുരാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. തിരിച്ചറിയൂ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പേഴ്സണൽ പ്രയറിന്റെ സ്റ്റാറ്റസ് എന്താണ്? നമ്മുടെ ബൈബിൾ മെഡിറ്റേഷന്റെ സ്റ്റാറ്റസ് എന്താണ്? നമ്മൾ പേഴ്സണൽ പ്രയർ നടത്താറുണ്ടോ? ഞാൻ ചോദിക്കാറുണ്ട്. നമ്മൾ യാമനമസ്കാരങ്ങൾ പിന്നെ പാർട്ട് ഓഫ് ട്രഡീഷൻ നമ്മൾ അങ്ങ് ചെയ്തു പോകുന്നുണ്ട്. നമ്മുടെ പേഴ്സണൽ പ്രയറിന്റെ സ്റ്റാറ്റസ് എന്താണ്? ചെയ്യാറുണ്ടോ? കുട്ടികളോടൊക്കെ ചോദിക്കാൻ പറയും, ഉണ്ടച്ച എപ്പോ കിടക്കുന്നതിന് മുമ്പ് കുരിശ് വരച്ച് കിടക്കുന്നു. ഞങ്ങളുടെ അവിടെ ഒരു ചൊല്ലുണ്ട്, മാത്തനിതാ മലക്കുന്നേ എന്ന് പറഞ്ഞിട്ടൊരു എന്ന് പറയുന്ന ഞങ്ങളുടെ അവിടെ പറയുന്നൊരു വാക്ക്. ഇവിടെ എങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. മദ്യപിച്ച് കേട്ടൊക്കെ വന്നിട്ടൊക്കെ ആയിരിക്കും കുരിശ് വരച്ചിട്ടൊരു കിടപ്പാണ്. അതാണ് കുരിശ് വരയ്ക്കുക എന്ന്. പ്രാർത്ഥനയ്ക്ക് ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല. കുരിശ് വരയ്ക്കുക എന്നൊരു പദമാണ്. കുരിശ് വരയ്ക്കാം, സന്ധ്യയായി കുരിശ് വരയ്ക്കാം, ഞങ്ങൾ വടക്കൊക്കെ ഉപയോഗിക്കുന്നൊരു പദമാണ്. അപ്പൊ എന്തായിരുന്നാൽ തന്നെയും ജസ്റ്റ് നെയിം സേക്ക് ചെയ്തു പോകും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതുപോലെ തന്നെ കട്ടിലെല്ലാം ഒന്നിരുന്നു, ദാറ്റ്സ് ഇറ്റ്, തീർന്നു, പോകുന്നു. പേഴ്സണൽ പ്രയറിന്റെ സ്റ്റേറ്റസ് എന്താണ്? നമ്മുടെ ബൈബിൾ റീഡിങ്ങിന്റെ സ്റ്റേറ്റസ് എന്താണോ? ഞാൻ ചോദിക്കാറുണ്ട്, ബൈബിൾ വായിക്കാറുണ്ടോ? ഉണ്ടച്ച, എന്നും ബൈബിൾ വായിക്കും. ഏത് ഭാഗമാണ് വായിക്കുന്നത്? പറഞ്ഞു, എല്ലായിടത്തും തന്നെ. ഏതാണ്? സങ്കീർത്തനങ്ങൾ. സങ്കീർത്തനങ്ങൾക്ക് അപ്പുറത്തേക്ക് വേദപുസ്തകമുണ്ടെന്നുള്ള തോന്നൽ ഓർത്തഡോക്സുകാർക്ക് ഇപ്പോഴും വന്നിട്ടില്ല. പിന്നെ സുവിശേഷം 4 അറിയാം, കുറെ സൺഡേ സ്കൂളിൽ പഠിച്ചതുകൊണ്ട് കുറെ കഥകളൊക്കെ അറിയാം, ലാസറിനെ ഏൽപ്പിച്ചതും പിന്നെ നോയമ്പ് കാലത്തൊക്കെ സ്ഥിരം അച്ഛൻ ആദ്യം ഓർമ്മിപ്പിച്ചതുപോലെ എവൻഗേലിയോനുകളിൽ രോഗശാന്തികൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നതും. പിന്നെ രോഗശാന്തി ജനറലി നമുക്കൊരു പ്രിയപ്പെട്ട സബ്ജക്റ്റ് ആയതുകൊണ്ടും കർത്താവ് ഈ രോഗികളെ സുഖപ്പെടുത്തിയതും ആശ്വാസം നൽകിയതും ഒക്കെ നമുക്ക് വളരെ പരിചയമാണ്. പിന്നെ നമുക്ക് വളരെ പരിചയമുള്ള ചില വേദപുസ്തക വാക്യങ്ങളുമുണ്ട്. നമുക്ക് എല്ലാവർക്കും വളരെ നന്നായി അറിയാവുന്ന വേദപുസ്തക വാക്യങ്ങൾ ഏതൊക്കെയാണ്? അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമേ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആശ്വാസം കിട്ടുന്ന എല്ലാ വാക്യങ്ങളും നമുക്ക് വളരെ നല്ലതാണ്. എന്നാൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് പറയുന്ന ഒരു വാക്യവും നമുക്ക് പരിചയമില്ല. നമുക്ക് സുഖമുള്ള ആശ്വാസവും സമാധാനവും കിട്ടുന്ന എല്ലാവർക്കും അറിയാവുന്ന സങ്കീർത്തനം ഏതാണ്? 23-ാം സങ്കീർത്തനം. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പറങ്ങളിൽ അവൻ എന്നെ എത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവൻ എന്നെ. നിന്റെ പാനപാത്രം അറിഞ്ഞു കവിഴും. സോ പ്ലസന്റ് അല്ലെ, സോ പീസ്ഫുൾ. അപ്പോ ഇത്തരത്തിൽ നമുക്ക് ആശ്വാസവും സാന്ത്വനവും ഒക്കെ തരുന്ന, സൗഖ്യവും ഒക്കെ തരുന്ന വാക്യങ്ങൾ നമുക്ക് ഹൃദയസ്ഥമാണെങ്കിലും നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ പറയുന്ന, നിങ്ങൾ അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യനല്ല. ഈ വാക്യം ആർക്കും അറിയത്തില്ല.
എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനും അല്ല എന്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവൻ അത്രേ ദൈവരാജ്യത്തിൽ പാലിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് സീരിയസ്ലി കൺസിഡർ ചെയ്തിട്ടില്ല. നമ്മൾ റെസ്പോൺസിബിലിറ്റീസ് ബേസ്ഡ് ആയിട്ടുള്ളതൊന്നും തന്നെ നമ്മുടെ പരിഗണനയിൽ ഗൗരവമായില്ല. കാരണം എന്താ? കാരണം നമ്മൾ ഇപ്പോഴും നമ്മുടെ ദൈവബന്ധം നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി നാം നിലനിർത്തിയിരിക്കുന്ന ഒരു ദൈവബന്ധമാണ്. അതിനപ്പുറത്തോളം ഒരു ബന്ധമില്ല. രണ്ടാമത്തെ പോയിന്റ് അതാണ് പൗലോസ് അപ്പോസ്തലൻ സൂചിപ്പിക്കുക. റൂട്ടഡ് റിലേഷൻഷിപ്പ് വിത്ത് ഗാഡ്. അവനിൽ വേരൂന്നുവീൻ. ഒന്ന് പേഴ്സണൽ ഫെലോഷിപ്പ് വിത്ത് ഗാഡ് ആണെങ്കിൽ, രണ്ടാമത്തേത് റൂട്ടഡ് റിലേഷൻഷിപ്പ് വിത്ത് ഗാഡ്. ക്രിസ്തുവുമായി വേരുറയ്ക്കപ്പെട്ട ഒരു ബന്ധം അത് നമുക്കില്ല. നമുക്കുള്ളത് ഉപരിപ്ലവമായ ബന്ധമാണ് പലപ്പോഴും ദൈവത്തോടുള്ളത്. ശരിയല്ലേ എന്ന് പരിശോധിക്കുക. ഈ വിത്തിന്റെ ഉപമ, വിതക്കാരന്റെ ഉപമ നമുക്കറിയാമല്ലോ, ഏതാ പുസ്തകത്തിൽ പറയുന്നത്. ഈ വിതക്കാരന്റെ ഉപമയിൽ വിതയ്ക്കപ്പെടുന്ന വിത്ത് 4 നിലങ്ങളിൽ വീഴുന്നതായിട്ടാണ് പറയുന്നത്. ഏതൊക്കെയാണ് 4 നിലം? 1 വഴിയരികില്, 2 പാറപ്പുറത്ത്, 3 മുള്ളുകൾക്കിടയില്, 4 നല്ല നിലത്ത്. ഈ 4 തരം നിലങ്ങളിലാണ് വിത്ത് വീഴുന്നത്. അതിൽ ഈ 4 നിലത്തിന്റെയും പ്രത്യേകത പറയുന്നുണ്ട്. 4 നിലത്തും വീണ വിത്ത് മുളയ്ക്കുന്നുണ്ട്. വഴിയരികിലും മുളച്ചു, പാറകൾക്കിടയിൽ, പാറപ്പുറത്തും മുളച്ചു, മുള്ളുകൾക്കിടയിലും മുളച്ചു, നല്ല നിലത്തും മുളച്ചു. മുളയ്ക്കുക മാത്രമല്ല, അത് വീഴുകയും മുളയ്ക്കുകയും ചെയ്തു. 4 നിലത്തും വിത്ത് വീണു, വിത്ത് മുളച്ചു. പക്ഷെ വളർന്ന ഫലം കായ്ക്കത്തക്കവണ്ണം വളർന്നത് എവിടെയുള്ളത് മാത്രമാണ്? നല്ലത്. ഇപ്പൊ ഇതിനകത്ത് പാറപ്പുറത്ത് വീണ വിത്തിനെ പറ്റി ഒരു പ്രത്യേകത അവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ്? പാറപ്പുറത്ത് വീണ വിത്ത് ചൂട് തട്ടിയപ്പോൾ വേരില്ലാത്തതിനാൽ അത് ഉണങ്ങിപ്പോയി. റൂട്ടഡ് റിലേഷൻഷിപ്പ് ഇല്ലാത്ത ഒരാളുടെ പ്രശ്നമാണ് പറയുന്നത്. ചൂട് തട്ടുമ്പോ വാടിപ്പോവും, കാരണം വേരില്ല. ചൂട് തട്ടുമ്പോ മാറിപ്പോവും. രോഗങ്ങൾ വരുമ്പോ, പ്രശ്നങ്ങൾ വരുമ്പോ, കഷ്ടതകളും സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുന്ന സമയത്ത് തളർന്ന് വാടിപ്പോവും. പ്രത്യാശയില്ല, വിശ്വാസമില്ല. ഒരു ക്രിസ്ത്യാനിയിൽ നിന്ന് പൊതുസമൂഹം എക്സ്പെക്ട് ചെയ്യുന്ന പ്രതികരണം എന്താണ്? അവന്റെ സങ്കടങ്ങളുടെ നടുവിൽ, ഒരാളുടെ പ്രശ്നത്തിന്റെ നടുവിൽ ഒരു ക്രിസ്ത്യാനിയിൽ നിന്ന് ഒരു പൊതുസമൂഹം എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? പ്രത്യാശയുള്ള, അല്ലേ, ധൈര്യമുള്ള, ബലമുള്ള, കരുത്തുള്ള, വിശ്വാസത്തിന്റെ കരുത്തുള്ള പ്രതികരണങ്ങളാണ് പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ആപത്തോ മരണമോ പട്ടിണിയോ കഷ്ടതയോ വാളോ എന്തും വന്നോട്ടെ, ഇവയിൽ ഒന്നിനും കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ അകറ്റാൻ പറ്റുകയില്ല, സാധ്യമല്ല. ഹബക്കൂക്ക് പ്രവാചകൻ പറയുന്നു, ആലയിൽ ആടുകൾ ഇല്ലാതെയായാലും മുന്തിരിവള്ളിയിൽ മുന്തിരികൾ കായ്ച്ചില്ലെങ്കിലും ഞാൻ എന്റെ കർത്താവിൽ ആനന്ദിക്കും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ സംസാരിക്കുന്ന പിതാക്കന്മാരും ഒക്കെയാണ് നമുക്കുള്ളത്. പക്ഷേ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു നടുവേദനയോ തലവേദനയോ പോലും നമുക്ക് താങ്ങാൻ പറ്റൂല. നോട്ട് റെഡി. നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അതുപോലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകട്ടെ, ഒരു മരണമുണ്ടാകട്ടെ, നമ്മൾ ജാതികളെ പോലെ വിലപിക്കും. കുടുംബത്തിലൊരു അസ്വസ്ഥതയുണ്ടാകട്ടെ, ഒരു രോഗമുണ്ടാകട്ടെ, നമ്മൾ ടെൻഷനും സ്ട്രെസ്സും അടിച്ച് നാട് നീളെ ഓടി നടക്കും. എവിടെ സമാധാനം കിട്ടേണ്ടു എന്ന് പറഞ്ഞ് നമ്മൾ വല്ലാതെ ഓടി പറന്ന് നടക്കും. എന്തുകൊണ്ടാണ്? യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും കരുത്തും നമ്മുടെ ഹൃദയത്തിൽ ഇല്ലാത്തതുകൊണ്ട്. രോഗമോ വരട്ടെ, കഷ്ടത എന്റെ ജീവിതത്തിൽ വരട്ടെ, ദുഃഖമോ നൊമ്പരമോ വരട്ടെ, അതിനൊന്നും എന്റെ വിശ്വാസത്തെയോ എന്റെ ക്രിസ്തു ബന്ധത്തെയോ തകർക്കാൻ കഴിയില്ല. എന്റെ കർത്താവ് അറിയാതെ എന്റെ ജീവിതത്തിൽ എനിക്കൊന്നും സംഭവിക്കുകയില്ല എന്ന ഉറച്ച ബന്ധത്തിലും കരുത്തുള്ള വിശ്വാസത്തിലും ദൈവസന്നിധിയിൽ നെഞ്ചു വിരിച്ചു നിൽക്കാൻ നമുക്ക് പറ്റുമോ? നിത്യതയെ ലാക്കാക്കി നിൽക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമുക്കൊരു റൂട്ടഡ് റിലേഷൻഷിപ്പ് ഇല്ല, വേരുറയ്ക്കപ്പെട്ട ഒരു ക്രിസ്തു ബന്ധമില്ല. വേരുറയ്ക്കപ്പെട്ടവൻ ചൂട് തട്ടിയ വാടിപ്പോവില്ല, തളർന്നു പോവില്ല. ചൂടുള്ള ജീവിതാനുഭവങ്ങൾ അവനെ തളർത്തില്ല. അതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട പ്രത്യേകത. അതുകൊണ്ട് ഞങ്ങൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ എത്രത്തോളം രോഗസൗഖ്യങ്ങളെക്കാൾ ക്രിസ്തു ബന്ധത്തിന് ഗൗരവവും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച നാം വായിച്ചില്ലേ, കൂനിയായ സ്ത്രീ
കൂനിയായ സ്ത്രീയോട് അവൾ കർത്താവിനോട് ആവശ്യപ്പെട്ടിട്ടല്ല കർത്താവ് അവൾക്ക് സൗഖ്യം കൊടുത്തത്. അവളുടെ സൗഖ്യത്തിന് കർത്താവിനുണ്ടായ തോന്നലാണ്. ഞാൻ എപ്പോഴും ആ വേദഭാഗം ധ്യാനിക്കുമ്പോൾ 3 തരത്തിൽ രോഗസൗഖ്യം കാണാം. ഒന്ന്, രോഗി തന്നെ ദൈവത്തോട് ആവശ്യപ്പെട്ടിട്ട്, യേശുവിനോട് ആവശ്യപ്പെട്ടിട്ട് സൗഖ്യം കൊടുക്കുന്നു. 2, രോഗിക്ക് വേണ്ടി മറ്റുള്ളവർ യേശുവിനോട് ആവശ്യപ്പെട്ടിട്ട് യേശു സൗഖ്യം കൊടുക്കുന്നു. 3, ഈ രോഗിക്ക് സൗഖ്യം കൊടുക്കണമെന്ന് യേശുവിന് സ്വമേധയാ തോന്നിയിട്ട് യേശു സൗഖ്യം കൊടുക്കുന്നു. ഈ കൂനിയായ സ്ത്രീയുടെ സൗഖ്യം അങ്ങനെയാ, ശരിയല്ലേ? കർത്താവിന് തോന്നി, ഇവൾ ആവശ്യപ്പെട്ടില്ല, ഇവൾക്ക് വേണ്ടി വേറെ ആരും ആവശ്യപ്പെട്ടില്ല, കർത്താവിന് തോന്നി ഇവൾക്ക് സൗഖ്യം കൊടുക്കണമെന്ന്. കർത്താവ്, ഞാൻ വിചാരിക്കുന്നു സൗഖ്യങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യം അതാ. നമ്മുടെ ജീവിതത്തിൽ ഇടപെടണേ കർത്താവേ, ഇടപെടണേ കർത്താവേ എന്ന് നിരന്തരം കർത്താവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നാം ഒന്ന് മാറ്റിപ്പിടിച്ചേ, കർത്താവിന് തോന്നണം ഇവന്റെ ജീവിതത്തിൽ ഇടപെടണമെന്ന്. കർത്താവിന് തോന്നുന്ന ഒരവസ്ഥ ഒന്ന് വന്നു നോക്കട്ടെ. അതാണ് നമ്മുടെ ക്രിസ്തീയ ആധ്യാത്മികതയുടെ ഏറ്റവും ഉന്നതമായ തലം. അതിലേക്ക് വളരാനുള്ള നിയോഗമല്ലേ? നമ്മുടെ കഷ്ടതകളുടെ നടുവിൽ, നമ്മുടെ രോഗങ്ങളുടെ നടുവിൽ, നമ്മുടെ സങ്കടങ്ങളുടെ നടുവിൽ എല്ലാം അവൻ കാണുന്നു. അബ്രഹാം ഇസഹാക്കിനെ യാഗാർപ്പണത്തിന് കൊണ്ടുപോകുമ്പോൾ ദൈവം കരുതിക്കൊള്ളും മോനെ എന്ന കോൺഫിഡൻസിൽ കൊണ്ടുപോകുന്നത് പോലെ ഒന്ന് ജീവിതാനുഭവങ്ങളെ കണ്ടു നോക്കിക്കേ. അതാണ് വേരുറയ്ക്കപ്പെട്ട ക്രിസ്തുബന്ധം. 3-ാമത്തെ കാര്യം, ആത്മീക വർധന പ്രാപിക്കണം. ആത്മീക വർധന പ്രാപിക്കണം. നമുക്കിന്നില്ലാത്ത ഒരു കാര്യമാണ് ആത്മീക വർധന എന്ന് പറയുന്ന ഒരു അനുഭവം. നമുക്ക് വളരെയേറെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിൽ ഒരു വളർച്ച, ഒരാധ്യാത്മികമായ വളർച്ച നമുക്കില്ല. ആത്മീയ ജീവിതത്തിൽ ഒരു വളർച്ചയില്ല. 10 കൊല്ലം മുമ്പ് കുമ്പസാരത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ഇപ്പോഴും നമുക്ക് പറയാനുള്ളത്. നമുക്ക് പുതിയതായിട്ട് നമ്മളെ ഒരാഴമായ ഒരു പരിശോധനയോ വചനാധിഷ്ഠിതമായ ഒരു പരിശോധനയോ നമുക്കില്ല. പൗലോസ് അപ്പോസ്തലൻ എബ്രായ സഭയോട് പറയുന്ന ഒരു സങ്കടമുണ്ട്. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. എബ്രായ ലേഖനം 5-ാം അധ്യായം 11 മുതൽ 14 വരെ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീരുന്നത് കൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യപാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായിട്ടുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. ഒരാളുടെ സ്പിരിച്വൽ സ്റ്റാറ്റസിനെ പറ്റി അവതരിപ്പിക്കുന്ന ഒരു വേദഭാഗമാണ്. നമ്മുടെ സ്പിരിച്വൽ സ്റ്റാറ്റസ് ഏതാണ്ട് ഈ അവസ്ഥ തന്നെയാണ്. കാരണം എന്താ? കട്ടിയായിട്ടുള്ള ആഹാരം. ഇതിനു മുമ്പ് 5-ാം അധ്യായത്തിന്റെ തുടക്കം മുതൽ യേശുക്രിസ്തുവിന്റെ കാൽവറി യാഗത്തിന്റെ ലക്ഷ്യങ്ങളെ പറ്റിയും അല്ലെങ്കിൽ യേശുക്രിസ്തു എത്രത്തോളം മനുഷ്യനോട് അനുരൂപനായിരുന്നു എന്ന വിഷയത്തെ പറ്റിയുമുള്ള ഒരു സബ്ജക്റ്റാണ് പൗലോസ് സംസാരിക്കുന്നത്. ഞാൻ ഇപ്പൊ ആ സബ്ജക്റ്റിനെ പറ്റി ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അതിനെപ്പറ്റി പൗലോസ് എക്സ്പ്ലെയിൻ ചെയ്ത ഒരു പാരഗ്രാഫ്, ഒരു അധ്യായം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പൗലോസിനും മനസ്സിലായി എബ്രായ സഭയോട് ഈ പ്രസംഗം നടത്തിയിട്ട് ഇവർക്ക് മനസ്സിലാകുന്നില്ല. അത് മനസ്സിലാകുന്നില്ല എന്ന് അറിഞ്ഞപ്പോഴാണ് പൗലോസ് പറയുന്നത്, മനസ്സിലാകാത്തതിന്റെ റീസൺ എന്താണ്? നിങ്ങൾക്ക് ആത്മീക വർധന ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഏതവസ്ഥയില? പാല് കുടിക്കുന്ന അവസ്ഥയില. സൺഡേ സ്കൂൾ പഠനത്തിന്റെ ലെവലിൽ നിന്ന് നമുക്കൊരു അപ്ഗ്രഡേഷൻ നമ്മുടെ ആധ്യാത്മികതയിൽ പലപ്പോഴും ഉണ്ടായിട്ടില്ല. ശരിയല്ലേ? എന്ന് പാല് കുടിക്കുന്ന ലെവല്. എന്നിട്ട് പറയുന്നത് നിങ്ങൾ കേൾക്കാൻ മാന്യമുള്ളവരായി തീർന്നിരിക്കുന്നു. ദൈവവചനത്തിന്റെ മർമ്മം സംസാരിക്കുമ്പോൾ അത് കേൾക്കാൻ മന്ദതയുള്ളവരായിരുന്നു. ഇപ്പോഴും അടിസ്ഥാനപരമായ ഒരു കാര്യത്തിലാണ്. അതും ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? യേശുവിനെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് രോഗശാന്തി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. യേശുവിനെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും കർത്താവ്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷത്തിൽ അത്ഭുതം എന്നൊരു പദം ഉപയോഗിച്ചിട്ടില്ല. യോഹന്നാൻ ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. യോഹന്നാൻ വേറൊരു വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഏതാണ് യോഹന്നാൻ ഉപയോഗിച്ചിട്ടുള്ള വാക്കെന്നറിയാമോ? അടയാളം, സൈൻ. എന്തുകൊണ്ട് അത്ഭുതം എന്ന വാക്ക് യോഹന്നാൻ ഉപയോഗിച്ചിട്ടില്ല? യോഹന്നാന്റെ കാഴ്ചപ്പാടിൽ യേശു ക്രിസ്തു ഒരു അത്ഭുതവും ചെയ്തിട്ടില്ല.
യോഹന്നാന്റെ കാഴ്ചപ്പാടിൽ യേശുക്രിസ്തു ഒരു അത്ഭുതവും ചെയ്തിട്ടില്ല. അപ്പൊ ലാസറിനെ ഉയർപ്പിച്ചത് അത്ഭുതമല്ലേ? യോഹന്നാനെ സംബന്ധിച്ചത് അത്ഭുതമല്ല. കാരണം യോഹന്നാന് ക്രിസ്തുവിനെ അറിയാം. ഇവൻ ദൈവത്തിന്റെ പുത്രനാണെന്നറിയാം. ഇവൻ വചനമായ ദൈവമാണെന്നറിയാം. ഇവൻ പ്രപഞ്ച സൃഷ്ടാവാണ്, മനുഷ്യ സൃഷ്ടാവാണെന്നറിയാം. അതുകൊണ്ട് സൃഷ്ടാവായ ദൈവം ഒരു മരിച്ച സൃഷ്ടിയോട് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുന്നത് യോഹന്നാനെ സംബന്ധിച്ച് അത്ഭുതമല്ല. മനസ്സിലായോ? മറിച്ച് യേശു പറഞ്ഞിട്ട് ലാസർ ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ അത് യോഹന്നാൻ അത്ഭുതമാണ്. യേശു പറഞ്ഞാൽ ലാസർ ഉയർക്കും. ഇറ്റ്സ് നാച്ചുറൽ. അതൊരു അത്ഭുതമല്ല. ഇത് ആർക്കാണ് അത്ഭുതം? യേശു ആരാണെന്ന് അറിയാത്തവന് ഇത് അത്ഭുതമാണ്. യേശു ദൈവപുത്രനാണെന്ന് അറിയാത്തവന് ഇത് അത്ഭുതമാണ്. യേശു ജീവന്റെ മേൽ അധികാരം ഉള്ളവനാണെന്ന് അറിയില്ലാത്തവന് ഇത് അത്ഭുതമാണ്. യേശുവിന് മരിച്ചവന്റെ മേലും രോഗത്തിന്റെ മേലും അധികാരമുണ്ടെന്ന് അറിയില്ലാത്തവന് ഇത് അത്ഭുതമാണ്. യേശുവിന് പിശാചിന്റെ മേൽ അധികാരമുണ്ടെന്ന് അറിയില്ലാത്തവന് പിശാച് പുറത്താക്കുമ്പോൾ വിടുമ്പോൾ അത് അത്ഭുതമാണ്. അല്ലേ? അല്ലേ? വാസ്തവത്തിൽ യേശുവിനെ നമുക്ക് അറിയേണ്ടതുപോലെ അറിയില്ല എന്നതുള്ളതുകൊണ്ടാണ് നമുക്ക് ഇത് പലതും എന്തായി അവശേഷിക്കുന്നത്? അത്ഭുതമായ. പക്ഷേ യോഹന്നാനെ സംബന്ധിച്ച് ഇറ്റ്സ് ഓൾ സൈൻ, അടയാളമാണ്. മനസ്സിലായോ? നമ്മെ സംബന്ധിച്ചും നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നുണ്ടെങ്കിൽ അത് അടയാളമാണ്. ഇറ്റ്സ് എ സൈൻ. എന്തിനു വേണ്ടിയിട്ടുള്ള അടയാളം? നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെയോ തിരുത്താൻ, എന്തൊക്കെയോ തിരിച്ചറിയാൻ, അവനിലേക്ക് കൂടുതൽ വളരാൻ അവൻ എന്റെ ജീവിതത്തിൽ ഇന്റർഫിയർ ചെയ്യുന്നത്. ഇറ്റ്സ് എ സൈൻ. ഇതൊന്നും തിരിച്ചറിയാൻ നമുക്കിതുവരെ നേരം വെളുത്തിട്ടില്ല. നമ്മൾ ഇപ്പോഴും എന്ത് കുടിച്ചോണ്ടിരിക്കുക? പൗലോസ് പറയാ, കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരാകേണ്ട ആൾക്കാരാണ് ഇപ്പൊ ദേ ഈ പള്ളിയകത്ത് മുഴുവൻ ഇരിക്കുന്നത്. മാമോദീസ മുങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഉള്ള പ്രായം നോക്കിയാൽ, കൺവെൻഷൻ കേട്ടിട്ടുള്ളതിന്റെ പരിചയം നോക്കിയാൽ, അഭയം കൂട്ടായ്മ പങ്കെടുത്തിട്ടുള്ളതിന്റെ എണ്ണം നോക്കിയാൽ ആരാകേണ്ടവരാ? ഇപ്പൊ ഇവിടെ നിന്ന് പ്രസംഗിക്കേണ്ടവരാണ് ഈ ഇരിക്കുന്നത്. പക്ഷെ നമ്മൾക്ക് ആത്മീക വർധന ഇല്ല. ഇപ്പോഴും എന്ത് കുടിച്ചോണ്ടിരിക്കുക? പാല്. യേശുക്രിസ്തുവിനായിട്ടുള്ള കൂട്ടായ്മ എന്ന് പറഞ്ഞപ്പോ തന്നെ പലർക്കും ഇത് കട്ടിയുള്ള ആഹാരമല്ലേ അച്ഛാ എന്ന് തോന്നലായി. അച്ഛൻ വല്ല രോഗശാന്തിയെ പറ്റിയും പറഞ്ഞു വെച്ചു പോ. ശരിയല്ലേ? റൂട്ടഡ് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുമ്പോ അതൊക്കെ ഭയങ്കര ടോപ്പ് തിയോളജി അല്ലേ അച്ഛാ? അല്ല, ഇതൊക്കെ ക്രിസ്ത്യാനിയുടെ ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങളാ. നമ്മൾ അതിലേക്കൊന്നും ഇതുവരെ വണ്ടി കിട്ടിയിട്ടില്ല, ബസ് കയറിയിട്ടില്ല. നമ്മൾ എത്രത്തോളം താഴെ കിടക്കുന്നു. സോ ആത്മീക വർധന പ്രാപിക്കണം. ഞാനത് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, എന്റെ സമയം തീരുന്നതുകൊണ്ട്. വീണ്ടും നാലാമത്തെ കാര്യം, നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് അനുസരിപ്പിൻ. നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത്, രണ്ടു തരത്തിലുള്ള ഉപദേശങ്ങൾ നമുക്കുണ്ട്. ഒന്ന് ട്രഡീഷൻ, പരമ്പരാഗതമായി പിതാക്കന്മാർ വഴി തന്നിട്ടുള്ള ഉപദേശം. മറ്റൊന്ന് ബൈ ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വചനം, അവന്റെ കൽപ്പനകൾ നമുക്ക് ഉപദേശിച്ചു തന്നതാണ്. ഇത് രണ്ടിനോടും നമുക്ക് എന്ത് കാണിക്കണം? ഒബീഡിയൻസ്, അനുസരണം. അനുസരിക്കുന്ന ഒരു ആധ്യാത്മികത നമുക്കില്ല. ഞാൻ അതിന്റെ അടുത്ത വാക്യം കൂടെ കണക്ട് ചെയ്തിട്ട് ഇത് രണ്ടും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്, അതുകൂടെ പറഞ്ഞിട്ട് അത് രണ്ടും ചേർത്ത് വെച്ച് പറയാം. അഞ്ചാമത്തെ പോയിന്റ് ഇതാണ്, വിശ്വാസത്തിൽ ഉറക്കുക. എന്താണ് വിശ്വാസം? ഇപ്പൊ പറയും നിങ്ങൾ, എനിക്കറിയാം എന്താ പറയാൻ പോകുന്നത്. വിശ്വാസം എന്നതോ കാണാത്ത കാര്യങ്ങളുടെ സൺഡേ സ്കൂളില് ആ ഒരു കാര്യമാണ് നമ്മൾ, അല്ലേ, നമ്മൾ വല്ലോണം ഓർത്തിരിക്കുന്ന വചനങ്ങളിൽ ഒന്നാണ് വിശ്വാസം എന്ന്. ഞാൻ ഒറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ, പിശാച് ഒരു വിശ്വാസിയാണോ? ഉത്തരം പറഞ്ഞു. ഞാൻ അവസാനിപ്പിക്കുക, മെസ്സേജ് അവസാനിക്കുക. പറഞ്ഞോ, പിശാച് ഒരു വിശ്വാസിയാണോ? വിശ്വാസിയാണ്. യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്. യാക്കോബ് 1:19 വായിക്കുമ്പോൾ നമ്മൾ അവിടെ വളരെ കൃത്യമായി യാക്കോബ് ശ്ലീഹ എഴുതിയിട്ടുണ്ട്, ദൈവമേകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം, പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. അപ്പൊ പിശാച് ഒരു വിശ്വാസിയാണോ? നിങ്ങൾ വിശ്വാസികളാണോ? ആണോ? അതെ. അപ്പൊ എന്താണ് നിങ്ങളും പിശാചും തമ്മിലുള്ള വ്യത്യാസം? പിശാചും വിശ്വാസിയാണ്, നമ്മളും വിശ്വാസിയാണ്. എന്താണ് വ്യത്യാസം? യാക്കോബ് ശ്ലീഹ പറയുന്നു, പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. എന്താണ് പിശാചും നമ്മളും തമ്മിലുള്ള വ്യത്യാസം? പിശാച് വിറയ്ക്കുന്നുണ്ട്, നമ്മൾ വിറയ്ക്കുന്നില്ല. അപ്പൊ ആരാ ഭേദം? സമ്മതിച്ചല്ലോ.
പിശാചിന് ദൈവത്തിൽ വിശ്വാസം മാത്രമല്ല, ദൈവത്തോടൊരു പേടിയും കൂടെ ഉണ്ട്. നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ? വിശ്വാസം മാത്രമേ ഉള്ളൂ, ദൈവഭയം ഇല്ല. അപ്പൊ മെച്ചം പുള്ളിയാ. ഈ യാക്കോബ് 1:19 സാത്താന്റെ വിശ്വാസത്തെ പറ്റി പറഞ്ഞിട്ട് തൊട്ട് താഴെ വേറൊരാളുടെ വിശ്വാസത്തെ പറ്റി പറയുന്നുണ്ട്. അത് അബ്രഹാമിന്റെ വിശ്വാസത്തെ പറ്റിയാണ്. എന്നിട്ട് അവിടെ യാക്കോബ് ശ്ലീഹ പറയുന്നത് അബ്രഹാം പ്രവൃത്തിയാലല്ലോ വിശ്വസിച്ചത്. എന്നിട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ നിന്ന് വന്നതാണ്. എന്താ? പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമാണ്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്ന പ്രവൃത്തി? നമ്മൾ ആ പ്രവർത്തിക്ക് പല ഡെഫിനേഷൻസ് കൊടുക്കാറുണ്ട്. ചാരിറ്റി ചെയ്യുന്നതും പല കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ടെങ്കിലും ആ ടെക്സ്റ്റ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ, യാക്കോബ് ശ്ലീഹ പറഞ്ഞത് ഫോളോ ചെയ്യുമ്പോൾ, അതിന്റെ താഴെ അബ്രഹാമിന്റെ പ്രവൃത്തിയായിട്ട് യാക്കോബ് ശ്ലീഹ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന ഇതാണ്: ദൈവം തന്റെ മകനായ ഇസ്ഹാക്കിനെ ബലി കഴിക്കാൻ പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ വാക്ക് അബ്രഹാം അനുസരിച്ചു. ഒബീഡിയൻസ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. അതിനെയാണ് പ്രവൃത്തി എന്ന് യാക്കോബ് ശ്ലീഹ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നിട്ട് രണ്ട് വിശ്വാസം, സാത്താന്റെ വിശ്വാസത്തെ കുറിച്ച് പറയുന്നത് അനുസരണ ഇല്ലാത്ത വിശ്വാസം, അബ്രഹാമിന്റെ വിശ്വാസത്തെ പറ്റി പറയുന്നത് അനുസരണ ഉള്ള വിശ്വാസം. ഇംഗ്ലീഷ് ബൈബിളില് ഇതിന് രണ്ടിനും രണ്ട് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അനുസരണ ഇല്ലാത്ത വിശ്വാസത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ഇതോടുകൂടി മെസ്സേജ് തീരാണ്. അനുസരണ ഇല്ലാത്ത വിശ്വാസത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, അനുസരണ ഇല്ലാത്ത വിശ്വാസത്തിന്, അനുസരണ ഉള്ള വിശ്വാസത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഫെയ്ത്ത് എന്ന വാക്കാണ്. അനുസരണ ഇല്ലാത്ത വിശ്വാസത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ബിലീഫ് എന്ന വാക്കാണ്. ബിലീഫ് എന്ന് പറയുന്ന വാക്കാണ്. ഈ രണ്ട് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അനുസരണയോട്, അപ്പൊ സാത്താന്റെ വിശ്വാസത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ബിലീഫ് എന്ന് പറയുന്ന വാക്കും അബ്രഹാമിന്റെ വിശ്വാസത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഫെയ്ത്ത് എന്ന വാക്കുമാണ്. ഇതിന്റെ രണ്ടിനും മലയാളം ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഒറ്റ വാക്കാണ് വിശ്വാസം. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ ഡിഫറൻസ് മനസ്സിലാകുന്നത്. ഇതിന് രണ്ടിനും മലയാളത്തിൽ ഒറ്റ ട്രാൻസ്ലേഷനേ ഉള്ളൂ, വിശ്വാസം എന്ന് പറയുന്ന വാക്ക്. പക്ഷേ ഇതിന്റെ മീനിങ്ങിൽ ഇതിന് രണ്ടിനും ഭയങ്കര അന്തരമുണ്ട്. ബിലീഫ് എന്ന് പറഞ്ഞാൽ എന്താ? യേശുക്രിസ്തു ജനിച്ചു, ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു, വീണ്ടും വരാനിരിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നു? ഇത് സാത്താനും വിശ്വസിക്കുന്നു. സാത്താന് നന്നായിട്ട് അറിയാം, അവൻ ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, വീണ്ടും വരാനിരിക്കുന്നു, അവൻ ദൈവപുത്രനാണ്. ഈ ലോകത്ത് യേശു ജനിച്ച സമയത്ത് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടായപ്പോഴും പിശാചിന് മാത്രം ഒരു കൺഫ്യൂഷനും ഇല്ല. ഇത് ദൈവപുത്രനാണ്, പുള്ളിക്ക് ഉറപ്പായിരുന്നു. ഒരു കൺഫ്യൂഷനും ഇല്ല. അവൻ വിശ്വസിക്കുന്നു. ദാറ്റ്സ് ബിലീഫ്. വി ആർ ഓൾ ബിലീവേഴ്സ് ബേസിക്കലി. ബട്ട് ആർ വി ഫെയ്ത്ത്ഫുൾ? നമ്മൾ വിശ്വാസിയാണോ? വിശ്വസ്തരാണോ? വിശ്വാസിയാണെങ്കിൽ വെറുതെ അത് വിശ്വസിക്കുക മാത്രമല്ല, അവന്റെ കൽപ്പനകളെ അനുസരിക്കും. സാത്താൻ ഒരിക്കലും അവന്റെ കൽപ്പനകളെ അനുസരിക്കില്ല. അവൻ ഇന്നതൊക്കെയാണെന്ന് അവൻ അറിയാമെങ്കിലും അവനെ ഒരിക്കലും സാത്താൻ അനുസരിക്കില്ല. ഒരു യഥാർത്ഥ വിശ്വാസി അവനെ അനുസരിക്കും. അപ്പൊ ഒറ്റ ചോദ്യമുള്ളൂ, വിശ്വാസത്തിൽ ഉറയ്ക്കുക എന്ന് പറഞ്ഞാൽ സാത്താനെ പോലെ എല്ലാം വിശ്വസിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ അനുസരിക്കാതിരിക്കുകയും ചെയ്താൽ നിങ്ങളുടെ വിശ്വാസം ആരുടെ വിശ്വാസത്തിന് തുല്യമാണ്? സാത്താന്റെ. എന്നാൽ അനുസരിച്ചാൽ, അതാണ് നമ്മൾ ആദ്യത്തെ 4ാമത്തെ പോയിന്റും അത് തന്നെയാണ്. അവൻ ഉപദേശിച്ചു തന്ന അനുസരിച്ചു, ഒബീഡിയൻസ് ടു ദ വേർഡ് ഓഫ് ഗോഡ്, അനുസരിച്ചാൽ നമ്മൾ ഉറച്ച വിശ്വാസിയാണ്. ക്ലിയർ അല്ലേ? 6ാമത്തേത് സ്തോത്രത്തിൽ കവിയുക. 2 സെന്റൻസിൽ ഞാനത് അവസാനിപ്പിക്കാം. ലിറ്റർജിക്കലി ഇത്രയേറെ സ്തോത്രം പറയുന്ന ഒരു കമ്മ്യൂണിറ്റി വേറെ ഇല്ല. സ്തോത്രം സ്തോത്രം കർത്താവേ സ്തോത്രം. അത് 1000 1000 × 1000 10 ലക്ഷം. 10 ലക്ഷം സ്തോത്രം ഒറ്റയടിക്ക് കരയറ്റുന്ന ആൾക്കാരാണ് നമ്മൾ. ആരാധനാപരമായി ഇത്രത്തോളം സ്തോത്രം പറയുന്ന ഒരു കമ്മ്യൂണിറ്റി വേറെ ഇല്ല, ലോകത്തൊരു സ്ഥലത്തും ഇല്ല. എന്നാൽ സ്തോത്രമുള്ള, ഗ്രാറ്റിറ്റ്യൂഡുള്ള ഒരു ലൈഫ്, നന്ദിയുള്ളൊരു ജീവിതം എന്ന് പറയുന്നതിൽ നമ്മൾ പരാജയമാണ്. ഇറ്റ്സ് വെരി ഈസി ടു സേ താങ്ക്സ്. നന്ദി പറയുക എന്നത് എളുപ്പമാണ്, പക്ഷെ നന്ദിയുള്ളവരായി ജീവിക്കുക എന്ന് പറയുന്നതാണ് പാട്. സ്തോത്രത്തിൽ കവിയുക എന്ന് പറഞ്ഞാൽ വെർബൽ എക്സ്പ്രഷൻസിന് അപ്പുറത്തോട്ട് ജീവിതത്തിൽ നന്ദി എക്സ്പാൻഡ് ചെയ്യപ്പെടണം എന്നുള്ളതാണ് ഉദ്ദേശം.
അതാണ് അതിൻ്റെ മൂലപരിഭാഷകൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ അർത്ഥതലം നാം മനസ്സിലാക്കിയെടുക്കുക. ഞാനത് അവിടെ നിർത്തുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ആധ്യാത്മിക ജീവിതം ഈ 6 അടിത്തറകളിൽ ആഴപ്പെട്ടാൽ നമുക്കും അവനെ പോലെ അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു എന്ന് പറയുന്ന യോഹന്നാൻ ശ്ലീഹ പറഞ്ഞ അനുഭവത്തിലേക്ക് വളരാൻ സാധിക്കും. ഇന്നത്തെ ദൈവവചന സന്ദേശം ആയതിന് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സന്ദേശം അവസാനിപ്പിക്കുന്നു. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ തമ്പുരാനെ, കേൾപ്പിച്ച തിരുവചന ബോധ്യങ്ങൾക്കായി അങ്ങയെ സ്തുതിക്കുന്നു. തമ്പുരാനെ, ഞങ്ങളുടെ ക്രിസ്തീയ ആധ്യാത്മിക ജീവിതം അങ്ങയോടുള്ള ബന്ധത്തിൽ വളരെ ദൂരെയാണ്. ആരാധന കൊണ്ടും പാരമ്പര്യം കൊണ്ടും വളരെ സമ്പന്നമായി ഞങ്ങൾ അങ്ങയോടുള്ള ബന്ധത്തിൽ ഇപ്പോഴും ശിശുക്കളാണ്. ഞങ്ങൾ പാല് കുടിക്കുന്ന അവസ്ഥയിൽ മാത്രമാണ്. അങ്ങയോടുള്ള ബന്ധത്തിൽ ആഴപ്പെടാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ചൂട് തട്ടുന്ന അനുഭവങ്ങൾ വളരെ പെട്ടെന്ന് ഞങ്ങൾ വാടിപ്പോകുന്നു. ഞങ്ങളുടെ കഷ്ടതകളിലും നൊമ്പരങ്ങളിൽ ഞങ്ങൾ വളരെ ദുർബലരായിരിക്കുന്നു. വിശ്വാസത്തിൻ്റെ കരുത്തും പ്രത്യാശയുടെ അനുഭവവും പ്രകടിപ്പിക്കുവാൻ ഞങ്ങളുടെ ജീവിത പരിസരങ്ങൾ ഞങ്ങൾക്ക് കഴിയാതെ പോകുന്നു. തമ്പുരാനെ, ഒരു പുതിയ സൃഷ്ടിയാക്കി ഞങ്ങളെ മാറ്റണമേ, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ആയത് ദൈവമാതാവ് ഈശ്വര കന്യമൂർത്തി അറിയാമയുടെ ശേഷതല ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ തന്നെ.